ആമേൻ. എല്ലാവരും പ്രാർത്ഥനയുടെ ദിവസം ഇരുന്നാട്ട് ആമേൻ. സ്വന്തം ഇന്ന ദിവസങ്ങളിൽ കടന്നു വരുവാൻ കർത്താവിടെ ആക്കിലും സമയം കളയാതെ വചനത്തിലേക്ക് കടക്കാൻ പോകുന്നു. കഴിഞ്ഞ ആഴ്ച പൂർത്തീകരിക്കാൻ കഴിയാത്ത വചനം പ്രിയ ക്രിസ്റ്റീന് അവൻ ഇന്ന് പകൽക്കാലം പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കും. സമയം പറന്നു പോകുന്നുണ്ട്. എല്ലാവർക്കും പ്രാർത്ഥനയുടെ ദിവസത്തിലായിരിക്കാമല്ലോ. കൂടി വന്നിരിക്കുന്ന ഇവർക്കും നമ്മുടെ രക്ഷകനും കർത്താവായ യേശുവിന്റെ തന്നെ നാമത്തിൽ സ്നേഹവന്ദനത്തെ ഓർപ്പിക്കുന്നു. For lack of time, I will attempt to recap what we covered last week, praying that the Holy Spirit speaks through me and most importantly to me, and to complete this message as we have arrived at the last Sunday of this month. പ്രിയമുള്ളവരെ, ഈ മാസത്തിലെ അവസാന ഞായറാഴ്ച എത്തിയിരിക്കുകയാണ്. ഈ മാസത്തെ ദൂത് തീരുകയാണ്. സമയമെല്ലാം പൂർത്തീകരിക്കാൻ. അതുകൊണ്ട് സമയത്തിന്റെ പരിമിതി നിമിത്തം പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ കൂടി പറഞ്ഞ കാര്യങ്ങൾ കൂടി പെട്ടെന്നൊന്ന് പറന്നുപോയി. എല്ലാവരെയും ഓർപ്പിച്ചിട്ട് തുടർന്ന് ദൈവം തരുന്ന വചനങ്ങൾ അവൻ എന്റെ വായിൽ കൂടി ദൈവം മാത്രം സംസാരിക്കേണ്ടതിന് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. We are familiar with the theme of the month, to grow into Christ. We need to be watered by the Spirit's former rains. And with the key verses here, we are familiar with the first two, so let's go on and just refresh our memory on the third one. 2 Corinthians chapter 3, verse 17 to 18. ആമേൻ. പ്രിയമുള്ളവരെ, നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് വളരുന്നൊരു സഭയെ കുറിച്ചാണ്. വളർച്ച. പലപ്പോഴും നമ്മുടെ അടിസ്ഥാനങ്ങൾ മാത്രമിട്ട് മാനസാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, അഭിഷേകം പ്രാപിക്കണം, വിശുദ്ധ ജീവിതം, അതൊക്കെ വെറും ബേസിക് അടിസ്ഥാനം മാത്രം. അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരെ കൊണ്ടുവരാൻ വേണ്ടിയല്ല, ജസ്റ്റ് സ്റ്റാർട്ട് ബിഗിനേഴ്സിനെ കൊണ്ടുവരാൻ, അതിൽ ഗ്രോ ചെയ്യുന്നവരെ ചേർക്കാനാണ് എന്റെ ഈശോനാഥൻ വരുന്നത്. ഗ്രോത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ ഈ മാസം പരിശുദ്ധമ പറഞ്ഞത് സ്വന്തം ചെയ്യുന്നു. ആത്മാവിന്റെ മുൻമഴ ആ നനവേറ്റെടുത്ത് ഉള്ളിൽ വീണ മായമില്ലാത്ത വിത്താകുന്ന അല്ലെങ്കിൽ അൺകറപ്റ്റബിൾ സീഡാകുന്ന ആ പ്രോമിസസിന്റെ വേർഡുകളാകുന്ന ജീവനോപാചനം കിളിർത്ത് ആ ഗ്രോത്തിൽ കൂടി വളരുവാൻ ഹോളി സ്പിരിറ്റ് പഠിപ്പിക്കുമ്പോൾ ആദ്യത്തെ 2 വാക്യങ്ങൾ പരിചയമുള്ള നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണ്. എഫെസ്യലേഖനം ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ. ഒന്നാമത്തെ വാക്യം പറയും. രണ്ടാമത്തേത് 84:6 സ്വന്തം അവര് കണ്ണുനീരിൽ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അതിനെ ജലാശയമാക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണ്ണമാകുന്നു. ജീവിതത്തിന്റെ തകർച്ചകൾ, വേദനകൾ നാശത്തിനല്ല, പരിശുദ്ധാത്മാവിനെ നനവിലാൽ അത് അനുഗ്രഹപൂർണ്ണമാക്കുന്നു. 84 പറയുന്നു. അടുത്ത വാക്യം നമുക്ക് വായിക്കാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോൾ 2 കൊരിന്ത്യർ ലേഖനം 3:17-18 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എടുത്തവർ വായിച്ചാൽ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്തെ കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. To be able to contemplate the Lord's glory and to be transformed into His image, Christ's image, to go from glory to glory, to increase, to grow, it's only made possible from the Lord who is the Spirit. ഇന്ന് പകൽക്കാലം ഒരു കാര്യം നമ്മളെല്ലാവരും വന്നിട്ട് മർമ്മങ്ങൾ, വചനത്തിലെ ആഴങ്ങൾ, ഡെപ്ത് ഗ്രഹിക്കണം. എന്തിനാ കർത്താവിലേക്ക് വന്ന് ജസ്റ്റ് വർഷിപ്പ് ചെയ്ത് പോകാനായിട്ടല്ല, നിന്നെ തേജസ്കരിക്കാനാണ് കർത്താവ് വിളിച്ചേക്കുന്നത്. തേജസ്കരിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾക്കറിയാം. ഇവിടെ പറയുക, നിങ്ങൾക്ക് ദൈവം ആത്മാവാണ്, ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പം ആരാധന സത്യത്തിലും ആത്മാവിലുമാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് വരണം. എന്തിനാ? യു ടു സെറ്റ് അപ്പാർട്ട് യുവർ വർഷിപ്പ് ബിക്കോസ് ഗോഡ്സ് പർപ്പസ്. ദൈവത്തിന്റെ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ മുഖത്തെ മൂടുപടം എന്ന് പറയുന്നത് എപ്പോഴും ആ പഴയ നിയമം മൂടുപടം. കാരണം നിങ്ങൾ പഠിച്ചാൽ പൗലോസ് പഠിപ്പിക്കുമ്പോൾ ഇന്നും ആ മൂടുപടം മാറിയിട്ടില്ല. കാരണം അവർക്ക് ട്രൂത്ത് റിവീൽഡ് ആയിട്ടില്ല. ഇപ്പോഴും അവരുടെ ട്രഡീഷൻസിൽ കിടന്നവർ ദൈവത്തെ ആരാധിക്കുക. അതുകൊണ്ട് ട്രൂത്ത് തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ ആ മൂടുപടം കിടക്കുന്നതുകൊണ്ട് സത്യം തിരിച്ചറിയാൻ പറ്റത്തില്ലെന്ന് തന്റെ എപ്പസ്റ്റൽസിൽ പോൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേ പോൾ അതിന് അടുത്ത് പറയുക, ഈ മൂടുപടം മാറിയ മുഖം, ആ മൂടുപടം മാറണം. പഴയ നിയമത്തിന്റെ ആചാരങ്ങൾ മാറിയിട്ട് കർത്താവിന്റെ തേജസ് റിഫ്ലക്ട് ചെയ്യുന്ന കണ്ണാടി പോലെ റിഫ്ലക്ട് ചെയ്യുന്നവരായി നിങ്ങൾ മാറണം. അതാ വളർച്ച. ചുമ്മാ വന്ന് രക്ഷിക്കപ്പെട്ട് സാധനപ്പെട്ട് വിശ്വസിക്കുന്നില്ല, കർത്താവിനെ റിഫ്ലക്ട് ചെയ്യണം. എന്നിട്ട് തേജസ്സിന്മേൽ തേജസ്. ഇന്ന് വരുമ്പോഴുള്ള ആരാധന നെക്സ്റ്റ് സൺഡേ അതിനേക്കാൾ ഗ്ലോറിയസ് ആയി. കാരണം അവൻ തേജസ് ജ്വലിക്കുന്നവനാണ്. അവന്റെ സ്പിരിച്വൽ ഗ്രോത്ത് എന്നുള്ള ഡെപ്ത് നിങ്ങൾ മനസ്സിലാക്കണം. ജസ്റ്റ് വന്ന് സൺഡേ ആരാധന തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ ഇമേജിനോട് നിങ്ങൾക്ക് അതേ പ്രതിമയായിട്ട് നിങ്ങൾ രൂപാന്തരം ട്രാൻസ്ഫോം. അപ്പം ആ തേജസ് പിന്നെ ജോലിക്ക് നമ്മൾ പോകുന്നിടത്ത് നമ്മുടെ മേൽ നിന്ന് ഗ്ലോറിയ റേഡിയേറ്റ് ചെയ്യുന്നത്. അവൻ ഓർത്തോണം, കഷ്ടങ്ങൾ തന്നേക്കുന്നത് പറയുക, ജസ്റ്റ് അമ്മ പറയുക, നിങ്ങളെ വളർത്തിയ ഓരോ പാതകൾ തകർക്കാനായിട്ടല്ല,
ദൈവം ഗ്രേസ് നിനക്ക് നീ പിടിച്ചു നിന്നു, നീ എതിർത്ത് ചുറ്റിട്ടോടിയില്ല. നീ മറ്റുള്ളവരെല്ലാം പറഞ്ഞു വിട്ടേരെ, മരി വിട്ടേരെ, സ്വന്തം, പക്ഷെ നീ അത് സഹിച്ചു. അപ്പോൾ എന്തുവാ, നീ കർത്താവിന്റെ ക്രൂശ് ചുമപ്പാൻ നീ ഏൽപ്പിച്ചു കൊടുത്ത പാതയിൽ വന്നപ്പോൾ നിന്നെ മോൾഡ് ചെയ്യായിരുന്നു ദൈവം. ഓരോ ദിവസവും ഗ്ലോറി തരികയാണ്. നീ കടന്നുപോയ കഷ്ടങ്ങൾ നിന്നെ തകർക്കാനല്ല, എന്നിട്ട് ഇനിയും ഗ്രോത്തിലേക്ക് വരണം. ആ പ്രാകാരത്തിൽ വന്ന് തേജസ്സിലേക്ക് എന്തിനാ, നീ അവന്റെ പ്രതിമ പോലെ ആകുമോ. പിന്നെ റേഡിയേറ്റ് ചെയ്യുന്ന പവറാ. നീ പോയി നിന്റെ കഴിവല്ല. ഒരു സോറി വന്നു, സിസ്റ്റർ പറഞ്ഞു, വന്ന് ചോദിക്കുക, ഹെൽപ്പ്. കാരണം എന്താ, നിന്നിൽ നിന്ന് ശീതവസങ്ങൾ കർത്താവ് പറയുന്നത്, കർത്താവ് എന്നെ ജോലിക്ക് വിട്ടാൽ ഞാൻ സാധാ മനുഷ്യനെ പോലെ കണ്ണാടി പ്രതിഭിക്കുന്ന റിഫ്ലക്ട് ചെയ്യണം, റേഡിയേറ്റ് ചെയ്യണം. Christ's glory. Amen. So moving onward, we talked about Christ being the ultimate example of walking with the Spirit's former reigns, because he, though being God the Son, God himself, he needed to walk by the Holy Spirit when he, even before he pursued his ministry as man on this earth. അതിനുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ആരാണ് നമുക്ക് മാതൃക? ക്രൈസ്റ്റ്, ക്രിസ്തു. സാക്ഷാൽ ദൈവമാണ് ക്രിസ്തു. ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്ന പുത്രനാം ക്രിസ്തുവാണ്. അവർ ഒരുമിച്ച് അവർ ആത്മാവാണ്. പക്ഷെ യേശു പൂർണ്ണ മനുഷ്യനായി ജഡമെടുത്തി ഭൂമിയിൽ വന്നപ്പോൾ നിങ്ങൾ നോക്കി പഠിക്കുമ്പോൾ അവൻ 30-ാം വയസ്സിൽ യോർദാൻ നദിയിൽ സ്നാനമേൽക്കാൻ ചെല്ലുമ്പോൾ അവന്റെ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ ആത്മാവിൽ ജനിച്ച ക്രിസ്തുവാ, പുള്ളിയെ ശുശ്രൂഷ പോലെ പുള്ളിയെ ആത്മാവാ ശുശ്രൂഷ. അങ്ങനല്ല, ദൈവം കാണിച്ചു തരികയാണ്. പോകുമ്പോൾ സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ അവന്റെ മേലേക്ക് തീർന്നില്ല. പിന്നെ പോകുന്ന സ്വന്തം ഇഷ്ടം. ദൈവം പുത്രതമ്പുരാനാണ്, ഹി ക്യാൻ ഡു എനിത്തിങ് വാട്ട് ഹി വാണ്ട്. പക്ഷെ അവൻ പോകുന്നത് പരിശുദ്ധാത്മാവ് അവനെ ഇങ്ങോട്ട് നടത്തി മരുഭൂമിയിലേക്ക് നടത്തി. അവൻ സ്പിരിറ്റ് ലെഡ് ലൈഫിനെ കുറിച്ച് ഈശോ അവൻ കാണിക്കുക. എന്നിട്ട് നടത്തിയത് പട്ടുമക്കയിലോട്ടല്ല, മരുഭൂമിയിലോട്ട്. അവിടെ ഉപവസിപ്പിച്ചു. നീ ഉപവസിച്ച് പ്രാർത്ഥിക്കണം എന്ന വിഷയങ്ങളവൻ ഉപവസിച്ചു. എന്നിട്ട് അവിടെ വചനത്താൽ അവനെ ശക്തനാക്കി, പരീക്ഷകനാൽ പരീക്ഷിക്കപ്പെടാനിടയാക്കി. എന്നിട്ടും പിന്നെ ശുശ്രൂഷിക്കുമ്പോൾ ചുമ്മാ പുള്ളിയെ പോലെ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് നോക്കണം. ഹോളി സ്പിരിറ്റ് നനവ്. ആ നനവ് നിന്റെ ഗ്രോത്തിന്, നിന്റെ ലീഡിങ്ങിന്, നിന്റെ വളർച്ചയ്ക്ക് തത്തിന്റെ അപേക്ഷ യേശുവിൽ കൂടി നമ്മൾ കാണാനിടയായി. Work for me, so I don't need to do a lot of recap. But as we can see, his having an encounter with the Holy Spirit is a separate instance from his spirit-involved conception, as already mentioned. We know that Christ was someone who grew. He didn't just come and remain the way that he was. Even though he was God, the fact that he came as a man is to understand us and our need to grow. So he grew. He needed the Holy Spirit. And we talked about how when he yielded himself to fulfill all righteousness by the Father's will, under John's hand to be baptized, we see the Father's favor and pleasure for that decision. As we can see, not metaphorically or just symbolically, quite literally, the Holy Spirit came, the skies were opened, the Holy Spirit came down in the form of a dove. And we hear the Father's voice, "This is my Son in whom I am well pleased." നിങ്ങളുടെ കാര്യം ഓർക്കണം, ഈ ഭൂമിയിൽ യേശു ജനിച്ചു വീഴുമ്പോൾ നാമും വളർന്നു വരണമെന്ന് നമ്മെ പഠിപ്പിച്ചു. 30-ാം വയസ്സുവരെ അമ്മയപ്പന്മാർക്ക് കീഴിൽ ജീവിച്ചു. ആത്മാവിനാണ് ജനിച്ചതെങ്കിൽ പോലും വളർച്ച എന്താണെന്നും ദൈവവചന കൽപ്പനകളെ അനുസരിക്കണം. പാപമില്ലാത്തവന് മാനസാന്തര സ്നാനം ഏൽക്കേണ്ട കാര്യമില്ല. ഈശോ മാനസാന്തര സ്നാനമല്ല സത്യം പറഞ്ഞ ഏറ്റത്, ദൈവത്തിന്റെ ആലോചനയായ സ്നാനമാണ്. കാരണം ഈശോ പാപം ഏറ്റു പറഞ്ഞല്ല, പാപം ആര് എന്നെ പാപങ്ങളെ കുറിച്ച് ബോധം വരുത്തുമെന്ന് യേശു വിധിക്കുന്നത്. അപ്പോൾ ചില പറയോ അത് ജീസസ് ഡിഡ് നോട്ട് ഈവൻ നീഡ്. യേശുവിന് മാനസാന്തര സ്നാനത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനയാണ് സ്നാനം, ദൈവത്തിന്റെ ആലോചനയാണ് സ്നാനം. അത് ഈ ജനത്തിന് കാണിച്ചു കൊടുക്കാൻ സാക്ഷാൽ ദൈവമായവൻ യോഹന്നാൻ മനുഷ്യൻ തന്റെ സൃഷ്ടിയുടെ കൈക്കീഴിൽ ചെയ്തത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് യോഹന്നാനേക്കാൾ വലിയവൻ സ്ത്രീകളിൽ ജനിച്ചവരാരും ഇല്ല. സാക്ഷാൽ ദൈവത്തിനായവനെ സ്ഥാനാർത്ഥിയേക്കാൾ സ്നാനപ്പെടുത്തുന്നവന് ഹയർ, അനുഗ്രഹിക്കുന്നവന് അനുഗ്രഹം പ്രാപിക്കേക്കാൾ ഹയർ എന്നുള്ളത് പോലെ. അതുകൊണ്ടാണ് പറയുന്നത്. എന്നാൽ ബൈബിൾ പറയുന്നത് ഇവരായത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവൻ. എന്നിട്ട് യേശുവൻ വളരണം. എന്നിട്ട് ഹോളി സ്പിരിറ്റ് ലിറ്ററലി പുത്രൻ ജനിച്ചത് ആത്മാവില്ല, എനിക്കിനി വേണ്ടെന്നല്ല കാണിച്ചു. നീ അഭിഷേകം എപ്പോഴും അഭിഷേകം പറയുന്നത് സ്വർഗ്ഗം നിന്നിൽ പ്രസാദിക്കണം. കാരണം യേശു 7-ാം വയസ്സിൽ 12-ാം വയസ്സില് ദേവാലയത്തില് ബൈബിള് തർക്കം ചെയ്ത് അല്ലെങ്കിൽ അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉടനെ ദൈവം സ്വർഗം തുറന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ പറഞ്ഞു. അവരോട് ഓർത്തണം, നിന്റെ വചനജ്ഞാനമൊന്നും അല്ല പ്രസാദം ദൈവം വരുത്തുമാറാക്കുന്നത്. അവിടെ സ്വർഗം തുറന്നു. ഇവന്റെ ജനിച്ചപ്പോൾ സ്വർഗം തുറന്നു പറഞ്ഞില്ല. എപ്പോഴാ സ്വർഗം? ദൈവത്തിന്റെ നീതിയായ കൽപ്പന
അതനുസരിക്കത്തക്കവണ്ണം തന്നെത്താൻ സാക്ഷാൽ ദൈവമായിരുന്നവൻ മനുഷ്യനായി വന്ന് പ്രലേൽപ്പിച്ചു കൊടുത്തോടുന്ന ദൈവം പറയും, ഇവൻ എന്റെ ദൈവവചനത്തിന്റെ ഒബീഡിയൻസിൽ പ്രസാദം. അവൻ ഒരു ദൈവം എന്നിട്ട് അവൻ വീണ്ടും അവൻ പ്രാപിച്ചുകൊണ്ട് പിന്നെ സന്തോഷത്തിന് പോവില്ല. സ്റ്റിൽ യെറ്റ് ഹി ഹാവ് ടു ബി ലെഡ്. പുത്രനാണ് ഓർത്തോണേ, അവൻ ഈസ് ഗാഡ് ഹിംസെൽഫ്. പക്ഷെ നോക്കുക, പഠിപ്പിക്കുക, എങ്ങനെ പഠിപ്പിക്കുക? ആത്മാവ് നയിക്കുന്നിടത്തോളം നീ എന്ത് ചെയ്യണം? എന്തിനാ പരിശുദ്ധാത്മാവ്? എന്തുകൊണ്ടാ ട്രഡീഷണൽ വർഷങ്ങളുടെ ഡിഫറെന്റ്? ആത്മാവിന് സത്യത്തിലും ആരാധന എപ്പോഴും ഹോളി സ്പിരിറ്റിന് ഇത് കൊടുക്കുമ്പോൾ ടീച്ചിങ് ഉണ്ട്. അതൊരു പരിശുദ്ധാത്മാവാണ്. അവൻ സ്വന്തം പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ മനുഷ്യൻ തലയിലെ ജ്ഞാനത്തിലേക്ക് പോയി ഊന്നിപ്പോകുമ്പോൾ നീ അകന്നു പോകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, നീ വായിച്ചോ, സഭാപിതാക്കന്മാർ പദമൊക്കെ വായിച്ചോ, പക്ഷെ എപ്പോഴും ഹോളി സ്പിരിറ്റിന് ലീഡിങ് പോയിക്കോണം. ഇല്ലെങ്കിൽ നീ തലക്കനത്തിൽ പോകുമ്പോൾ പണ്ട് ഏഷ്യയിലോട്ട് പോകാൻ പൗലോസും ശീലാസും ആഗ്രഹിച്ച പോലാകും. പക്ഷെ പരിശുദ്ധാത്മാവ് തടഞ്ഞു. കാരണം ഈ ബൈബിൾ പഠിപ്പിക്കുന്നു, പോകുവിൻ സകല സൃഷ്ടിയോടും സുശേഷം. അപ്പൊ നമ്മുടെ വചനം ഇല്ലല്ല, വചനത്തിൽ പറയുന്നു, യേശു പറയുന്നു, യു വിൽ ഗോ വിത്ത് യുവർ നോളജ്. നോ, അതല്ല വേണ്ടത്. നീ വചനം കാണാതെ അരച്ച് ഇപ്പോൾ ദൈവം പറയുന്ന ശബ്ദം, ഇപ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്ന ശബ്ദം. അതുകൊണ്ടാ ഹോളി സ്പിരിറ്റ് ഫിൽഡ് ലൈഫ് ഈശോ പഠിപ്പിക്കുന്നത് അവൻ എന്ന് നമുക്ക് കാണാൻ കഴിയും. As was already mentioned, Jesus needed to be guided to the wilderness, and the Holy Spirit made him fast in the wilderness for preparation. As we discussed last week, the wilderness is not associated with any kind of plant growth. Fasting is not associated with any kind of physical growth, but the Holy Spirit makes us grow spiritually, sometimes through that isolation, sometimes through that one-on-one with him, sometimes through that forsaking of worldly nourishment and sustenance, so that it can be replaced with more of him, so that we can be prepared for what is coming next. ഇന്ന് പലകാലത്ത് ലോകം പറയുന്നു വളർച്ചയ്ക്ക് വളം വേണം, ആഹാരം വേണം, പോഷകം വേണം, ഇതൊക്കെ വേണം. നമ്മൾ പറയും നല്ല വൈറ്റമിനും ആഹാരം കഴിക്കും. പക്ഷെ ഇവിടെ നോക്കണം, പരിശുദ്ധാത്മ നയിക്കുമ്പോൾ അവൻ എങ്ങോട്ടാ? മരുഭൂമിയിലോട്ടാ. മരുഭൂമി വെള്ളമില്ല, കുടിക്കാനൊന്നുമില്ല, കഴിക്കാനൊന്നുമില്ല. കർത്താവ് നിന്നെ വളർത്തുന്നത് ഈ ലോകത്തിന്റെ വഴികളിലല്ല. നിന്റെ ജീവിതത്തിന്റെ മരുഭൂമികൾ, നിന്റെ ജീവിതത്തിന്റെ ഏകാന്തതകൾ, എത്ര വേദനകൾ കൂടി നീ ഒറ്റപ്പെട്ടു പോയി. കുഞ്ഞെ, ദൈവം നിന്നെ വളർത്താൻ വേണ്ടി ഒരുക്കിയ മരുഭൂമി തലങ്ങളാണത്. ഇന്ന് പകൽ നീ ഇത് ഗ്രഹിക്കണം. നീ ഈൽഡ് ചെയ്യണം. കർത്താവേ, എന്റെ ഡെസേർട്സ്, എന്റെ ഏകാന്തതകൾ, എന്റെ വഴിയടഞ്ഞ അവസ്ഥകൾ, അവൻ എന്തിനാ? ഒരു കാര്യം നിന്നെ പഠിപ്പിക്കണം, മനുഷ്യന് അപ്പം കൊണ്ട് മാത്രം അല്ല, മഴയും പച്ചപ്പും കൊണ്ട് മാത്രമല്ല, ഓയസസ് കൊണ്ട് മാത്രമല്ല, ഡെസേർട്ടിൽ നിന്നെ നടത്താൻ കഴിവുള്ള ഒരു ദൈവം. അവൻ സ്വന്തം ദൈവത്തിന്റെ വായ്പ. നീ ഒത്തിരി ക്ലോസ് ആയി ദൈവത്തോട് എടുക്കാൻ. അവൻ വേറെ ആരുമില്ല, ഭർത്താവില്ല, ഭാര്യയില്ല, മക്കളില്ല, അപ്പനില്ല, പിന്നെ ആകെപ്പാടെ ക്ലിങ്ങിയും പിന്നെ നമ്മുടെ വേർഡിലോട്ട് വചനം മാത്രമല്ല ഇവിടെ ഇന്നെ പഠിപ്പിക്കുക. കാരണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം പിന്നെ നീ കംഫർട്ടബിൾ ആയിരിക്കും. ഇല്ല, നിനക്ക് കംഫർട്ടബിൾ. നിന്നെ കൊണ്ട് മിനിസ്ട്രി എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കും. ചില ആൾക്കാരോട് നിനക്ക് സംസാരിക്കണം. അപ്പം നിന്നെ പഠിപ്പിക്കണം. ഭർത്താവ് സ്നേഹിക്കാൻ ഭർത്താവില്ല, മക്കളില്ല, കൺസിഡർ ചെയ്യുന്ന മക്കൾ പോലും ഇല്ല. അവസാനം ആർപ്പാട് നീ വചനം നോട്ട് ബുക്കിൽ വചനം ഇരിക്കണം, ബൈബിൾ കൊണ്ട് വായിക്കാൻ നോട്ട് ബുക്കിൽ ജീവനല്ല. നിന്നെ പഠിപ്പിക്കാൻ മരുഭൂമി എങ്ങനെ നാതിൽ നീ ആശ്രയിക്കണം. ആ നോട്ട് ബുക്ക് നിനക്ക് കഴിഞ്ഞ ദിവസം വേറെ തളർന്നൊരു വ്യക്തി വന്നപ്പോ അവർക്ക് ജീവനായി തീരാനിടയാക്കി. മനസ്സിലാക്കണം, നിന്റെ വിൽഡേഴ്സ്, നിന്റെ മരുഭൂമി എന്റെ ദൈവം നിന്നെ പഠിപ്പിക്കുക. വചനത്തിൽ ഉപവസിക്കാൻ, നാഥൻ മാത്രം ആശ്രയിക്കാൻ, അടുത്തു തന്ന ഭർത്താവിലോ മക്കളിലോ ഒരു ലോകത്തിന്റെ താങ്ങുകളിലോ ആശ്രയിക്കാതെ നാഥൻ വചനത്തിൽ മാത്രം. God is teaching you. Amen. Being familiar with handling the word and being knowledgeable about the word is not enough. Jesus needed to be breathing, living, eating the word of God in that isolated environment. So the growth by the Holy Spirit is uncomfortable because it denies the flesh of control and gratification. Romans 8 verse 5 says, those who live according to the flesh have their mind set on what the flesh desires, but those who live in accordance with the Spirit, not occasionally just visiting the Spirit or have the Spirit occasionally visit you, but if you live in accordance with the Spirit, your mind will be set on what the Spirit desires, not what your flesh desires. നോക്കൂ, പുത്രനെ സാക്ഷാൽ വചനമായവനെ ഓർത്തോണേ, മരുഭൂമിയിലേക്ക് ഹോളി സ്പിരിറ്റ് നയിക്കുമ്പോൾ നമുക്ക് മാതൃകയാകാൻ സാക്ഷാൽ പുത്രൻ ഉപവസിച്ച് വചനവുമായി അടുത്ത് കഴിയുക. കാരണം എന്താ?
നിന്നെ ആ വചനത്തിൽ മാത്രം ആശ്രയിക്കാൻ പഠിപ്പിക്കുക. പിന്നെ നിന്നെ ഈ ലോകത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ നിന്നെ ഒറ്റപ്പെടുത്തി ലോക സൗകര്യങ്ങളിൽ നീ ചായാതെ എപ്പോഴും നാഥനിൽ ശരണപ്പെടാനായിട്ട് നിന്നെ പഠിപ്പിക്കുക. പലപ്പോഴും ലോക സുഖ സൗകര്യങ്ങൾ ഉള്ളപ്പോൾ അവൻ നിനക്ക് ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കി, ഞാൻ ജോലി ചെയ്തു എനിക്ക് അവൻ നീ ഒന്നുമില്ലേലും മരുഭൂമിയിലാണെങ്കിലും നാഥനിൽ ചാരാനായിട്ട് നീ അറിഞ്ഞിരിക്കണം. ഒരു കാര്യം ഓർക്കണം, എന്നിട്ട് അവിടെ ആയിരിക്കുമ്പോൾ നീ ആരുടെ സാന്നിധ്യത്തില്ല, പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്. ആ മരുഭൂമിയാണേലും പരിശുദ്ധാത്മാവിന്റെ അകത്ത് നീ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേകത. അവൻ സ്വന്തം റോമാലേഖനം നിങ്ങൾ വായിക്കുമ്പോൾ 8:5 ആത്മാവിനോടുള്ള എപ്പോഴുമുള്ള ഫെലോഷിപ്പില് അങ്ങനെ ഇരിക്കുമ്പോൾ പ്രത്യേകത ജഡത്തിന്റെ മോഹം നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, ആത്മാവിനെ അനുസരിച്ച് നടപ്പിന്. എന്നാൽ ജഡത്തിന്റെ ഇഷ്ടം, ജഡത്തിന് സപ്രസ് ചെയ്യുക. ജഡത്തിന് അവൻ ജഡ ഇളകി പറയുന്ന ഒത്തിരി കഴിച്ച് തിമിർക്കുമ്പോഴാണല്ലോ അവൻ തിന്നാനിരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു, പിന്നെ പാപത്തിലോട്ടൊക്കെ പോവുക. അവൻ തിന്നാനും സമൃദ്ധിയെല്ലാം വന്നു കഴിയും, പിന്നെ ജഡം അങ്ങ് പോയില്ല. ഇവിടെ പോഷിക്കുമ്പോൾ ജഡത്തിന് കിട്ടുന്ന പോഷകമൊക്കെ അങ്ങ് ഡിനായി ചെയ്തിട്ട് നിന്നെ സ്ഥലം ആത്മാവത നിന്നെ ട്രെയിൻ ചെയ്യുന്നത് ടഫായിട്ടാണ് ട്രെയിൻ. കാരണം നീ ജഡത്തിന്റെ ഈ ലോകത്തിന്റെ ആശ്രയങ്ങളിൽ ശരണപ്പെടാതെ കംപ്ലീറ്റ് ആശ്രയം ദൈവവുമായിട്ട് പോലീസിന്റെ അങ്ങനെ വെക്കുമ്പോൾ ജഡം അങ്ങ് പത്തി മടക്കും. പരിശുദ്ധാത്മാവ് അപ്പോൾ വചനത്തിൽ നിന്ന് ജീവൻ പ്രാപിപ്പാൻ നിന്നെ പഠിപ്പിക്കും. അടുത്ത ശത്രു നിന്നെ കുരുക്കാൻ നോക്കുക, അടുത്ത നിമിഷം നിന്നെ ടെംപ്റ്റേഷൻ ഇടാൻ നോക്കുക. ഇത് ജീവിതം കോഞ്ഞാട്ടയാക്കി മാറ്റാൻ അവൻ കുരുക്കുകൾ ഒരുക്കുക. അങ്ങനെ ഈ വചനം മൊത്തം ഇത് മർമ്മമാണ്. ഇത് വലിയ സ്പിരിച്വൽ സീക്രട്സാ. സാക്ഷാൽ ദൈവം തമ്പുരാൻ പോലും ദൈവസന്നിധിയിൽ വന്ന് ഉപവസിച്ച് തന്റെ ജനത്തെ അവൻ സപ്രസ് ചെയ്യിച്ച് വചനത്തിനകത്തിരുന്ന് ഹോളി സ്പിരിറ്റ് പ്രസന്റ്. എന്തിനാ? ഡൗൺ പൈക്ക് പിശാച് ടെംപ്റ്റ് ചെയ്യാൻ വരിക, നിന്നെ വീഴ്ത്താൻ, നിന്റെ മിനിസ്റ്റർ ഇല്ലാതാക്കാൻ അവൻ സ്വന്തം ചെയ്യുന്നു. കറക്റ്റ് മുതന്യാസിൽ 3.5 വർഷം കൂടെ ഉള്ളു നാഥനി ഭൂമിയിൽ ജീവിക്കാൻ. മിനിസ്റ്റർ തികയ്ക്കാൻ വരുമ്പോൾ അതിനു മുമ്പ് പഠിക്കലെത്തുന്നതിന് മുമ്പ് അവൻ കാലം ഉടയ്ക്കാൻ വേണ്ടി ശത്രു കുരുക്കുകളുമായി കയറി വരുമ്പോൾ നിനക്ക് ഈ സാന്നിധ്യം, ഈ മരുഭൂമി, ഈ ആത്മസാന്നിധ്യം ഒത്തിരി ഇമ്പോർട്ടന്റ്. അവിടെയാ നിന്നെ എക്വിപ്പ് ചെയ്യുന്ന. ആരെ ജയിക്കാനാ? പിശാചിനെ ജയിക്കാൻ. പകൽക്കാലം കുഞ്ഞുങ്ങളെ ദൈവമക്കളെ നിങ്ങൾക്കെതിരെ ശത്രു കുരുക്കുകൊണ്ട് വരുമ്പോൾ ജയിക്കാൻ. അതുകൊണ്ടാണ് ചില ഏകാന്തതകൾ തന്നിരുന്നത്. ആ ശക്തി നീ പ്രാപിച്ച് കംപ്ലീറ്റ് വചനത്തിലും പരിശുദ്ധാത്മാവിലും ആശ്രയിച്ച് ശത്രു കൊണ്ടുവരുന്ന തന്ത്രങ്ങളെ ജയിപ്പാൻ. Jesus has not asked us to do anything that he has not had to do himself while he was on his earth. He allowed the Holy Spirit to take complete control and mastery over his humanness, his humanity, his flesh. So Satan cannot override the body that the Holy Spirit has mastered, but he will sure try. പ്രിയമുള്ളവർ, ഒരു കാര്യം യേശുനാഥൻ പഠിപ്പിക്കുന്നത് സ്വന്തം ചെയ്യുന്നു. ഈ ഭൂമിയിലേക്ക് സാക്ഷാൽ ജഡമെടുത്ത് മനുഷ്യാവതാരത്തിൽ വന്ന പുത്രൻ തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ജഡം നിന്നെ ഓവർടേക്ക് ചെയ്യരുത്. ഈശോയ്ക്ക് വിശന്നു. ബൈബിൾ നോക്കണം, 40 ദിവസം അവന് വിശന്നു. He was tired. He felt hungered. അവന്റെ ലിമിറ്റേഷൻസ്, അവന് വിശന്നിട്ട് കല്ല് നോക്കുമ്പോൾ അവൻ ബണ്ണ പോലെ തോന്നുക, നല്ല അപ്പം പോലെ അല്ലെങ്കിൽ ബ്രെഡ് പോലെ തോന്നുക. ആ വീക്ക്നെസ് നോക്കി അവൻ അറ്റാക്ക് വരുന്നത്. So that first strategy that Satan attempts to do is he tries to question your identity and drive you to self-service. He says, if you are the Son of God, then command these stones to turn into bread. He questions the identity. And if Jesus was not having that one-on-one with the Holy Spirit, training him to deny his flesh would rise up and say, I know who I am, I know what my identity is, and I will prove it to you. But no, Jesus does not respond in that way. Jesus does not allow the enemy to trick him into serving himself, but he responds, man shall not live by bread alone, but by every word that proceeds from the mouth of God. സാത്താന്റെ തന്ത്രം നോക്കണേ. ഈശോയെ കുരുക്കാൻ റെഡിയായിട്ടിരിക്കുക, ഉപവാസം കൊണ്ട് കഴിയട്ടെ. എന്നാല് ഗുണമില്ല. മരുഭൂമിയുടെ അവസ്ഥയിൽ ആത്മസാന്നിധ്യത്തിൽ വചനത്തിൽ മുഴുകി അവൻ ഇരുന്നത് കൊണ്ട് സാത്താൻ ഇങ്ങോട്ട് വന്നിട്ട് അവൻ ചോദിക്കുന്ന ഐഡന്റിറ്റി, നീ ദൈവപുത്രനല്ലേ? കാരണം നോക്കുക, ബലഹീനത, ടയേർഡാ, വിശപ്പം, ബോർമയിൽ ഇറങ്ങിയ മണ്ണ് പോലെ ആ പാറ കിടക്കുന്ന കാണുന്നത്. മനസ്സിൽ സാധാ മനുഷ്യനെ പോലെ നമ്മളെപ്പോൾ, അതുകൊണ്ടാണ് യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നത്. അവൻ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാ, പക്ഷെ പാപം അവൻ ചെയ്തില്ല. അത് മാത്രമേ ഉള്ളൂ. നമ്മെ പോലെ അപ്പോഴത്തേക്ക് ഇത് കയറി തന്റെ ഉള്ളിൽ അന്ന് പിശാച് എന്ന് പറയാ, എടാ നീ ദൈവപുത്രനല്ലേ? നീ സെൽസറി, നിന്റെ കഴിവ് നിന്റെ ആവശ്യത്തിനുവേണ്ടി ഉപയോഗിക്കുക. പ്രൂവ് ചെയ്യും നീ ദൈവവൈതലാണെന്ന്, ദൈവ മകനാണെന്ന് പ്രൂവ് ചെയ്യും. യേശുവോട് ഓർത്തോണം, ആത്മസാന്നിധ്യത്തിൽ വചനത്തിനുള്ളിൽ മരുഭൂമിയിൽ ഇരുന്നത് കൊണ്ട് അവൻ സ്വന്തം തീയാലം നിറഞ്ഞവനായിരുന്നു. പിശാചിന്റെ തന്ത്രത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ശരി, ഞാൻ കാണിക്കാം, കാണാം, പ്രൂവ് ചെയ്യണോ?
അപ്പമാകട്ടെ എന്ന് പറഞ്ഞാൽ എടുത്ത് കഴിച്ചു കാണിച്ചില്ല. ഉടനെ പരിശുദ്ധാത്മാവിൽ ആ മരുഭൂമി ഏതാ നമ്മളെ ഒരുക്കുന്നത്. അവൻ കണ്ണുനീർ താഴ്വര, അവൻ സ്വന്തം അവർ മേൽക്കുമേൽ എന്തു ചെയ്യുന്നു, ബലം പ്രാപിക്കും. സിയോനിൽ എത്തത്തക്കവണ്ണം നിന്നെ മരുഭൂമി നിന്റെ തകർച്ച നിന്നെ എക്വിപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഈശോ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ വരുന്ന സകല വചനം കൊണ്ട് വിക്ടോറിയസ്. അതാ ബൈബിള് ബാലൻസ്ഡാ. ഒരു വാക്ക് വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. Amen. And in the second time, the second strategy that Satan attempts, well, I forgot to mention, we can see the things that Jesus learns in this period is not just for this period and forgotten later on in his ministry. They are essential and crucial building blocks that he remains on to for the rest of his ministry. As we can see in Matthew chapter 20, verse 28, Jesus says, just as the Son of Man did not come to be served, but to serve and to give his life as a ransom for many. Amen. പ്രിയമുള്ളവരെ, ഈശോനാഥനെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു വളർത്തുന്ന ഒരു കാര്യം ആ ഒരു നേരത്തേക്ക് മാത്രമല്ല, അത് ബിൽഡിംഗ് ബ്ലോക്ക് പോലെ നിന്റെ ആത്മജീവിതം പണിത് വരണം. നീ ഓരോന്ന് പഠിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നീ കയറണം. പിന്നീട് ഇതേ കാര്യം തന്നെ ഈശോനാഥൻ പറയുന്നുണ്ട് മത്തായി സുവിശേഷത്തില് 20:28 പറയുന്നുണ്ട്, അവൻ മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽക്കാനല്ല, അവൻ മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനും തന്റെ ജീവൻ അനേകർക്ക് വേണ്ടി മറുപടിയായിട്ട് കൊടുക്കാനുമാണ് മനുഷ്യപുത്രൻ വന്നത്. അതായത് തന്റെ കഴിവ്, താൻ ദൈവപൈതൽ മകനാണെന്നുള്ള അധികാരം, ദൈവപുത്രൻ അധികാരം ഉപയോഗിച്ച് തന്നെത്താൻ സെൽഫ് സർവ് ചെയ്യാനല്ല വന്നത്, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ, ജീവനെ കൊടുക്കാൻ വേണ്ടി വന്നുവെന്ന് ഈശോനാഥൻ മത്തായി സുവിശേഷം 20:28 പറയുന്നു. The next strategy that Satan uses to tempt you, to get to you, is instability through an incomplete and imbalanced word. When I mean, this is not our first time learning about Jesus' temptations. We've learned it in Sunday school. We've heard this so many times. And, in the back of our mind, we think the moral, the great takeaway is, fight temptation with the word of God. Yes, but it's more specific than that, because anybody can just spout out the word. They can just say things. They can just quote scripture. Heck, Satan is quoting scripture twice here in this second strategy. You need the Holy Spirit, the author of the word, the one who breathed out the word, to give you complete and balance in the word of God, so that you're not swayed by off-kilter, imbalanced word. Satan says, jump off this pinnacle of the temple, because it doesn't say in the word that he will command his angels charge concerning thee, and that they shall bear you up, your foot shall not dash a stone. But Jesus responds in verse 7, it is written again, thou shalt not tempt the Lord thy God. അവൻ പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് നോക്കണേ, പിശാച് അടുത്ത തന്ത്രം നിങ്ങൾക്കറിയാം. ദേവാലയത്തിന്റെ വലിയ ഗോപുരത്തിൽ ഏറ്റവും ടോപ്പിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അടുത്തത് പിശാചിപ്പിക്കുന്ന വചനമാണ്. അതുകൊണ്ട് ഈ വചനം ചുമ്മാ പ്രസംഗങ്ങൾ കേട്ടോ ഒരു സാക്ഷ്യം കേട്ടോ ഒന്നും നിന്റെ സ്പിരിച്വൽ ലൈഫ് വളരത്തില്ല. ബൈബിൾ ആദ്യം തൊട്ട് അവസാനം വരെ ആത്മാവിൽ നീ വായിച്ച് മനസ്സിലാക്കുക, ഒന്നല്ല പലവട്ടം. ഒരിക്കലും അതിന് താല്പര്യം നിനക്ക് തോന്നത്തില്ല. കാരണം പിശാചിനറിയാം, അവൻ തന്ത്രശാലിയാ. കാരണം ഒരു വചനം വെച്ച് പീച്ച് പ്രസംഗം കേട്ട് അതിന്റെ പുറകെ ഓടും. ഇല്ല, എല്ലാത്തിനും ഒരു ബാലൻസ് ഉണ്ട്. ദൈവത്തെ നരത്തിൽ അന്വേഷിച്ച് നോക്കാൻ കൂട്ടുണ്ടാകാതിരിക്കത്തില്ല, എണ്ണയില്ലാതിരിക്കത്തില്ല. സോ ക്രിസ്തീയ ജീവിതം സന്തുലിതാവസ്ഥയിലായിരിക്കണം. നോക്കൂ, പിശാച് നമ്മളെക്കാൾ വചനം അറിയാവുന്നവനാ. യേശു വചനത്താൽ ജയിച്ചു സെൽഫ് സർവീസിനെ കണ്ടപ്പം അടുത്തത് ഏറ്റവും ആത്മീയത്തിന്റെ ഉയരത്തിൽ ദേവാലയത്തിന് ഏറ്റവും മണ്ടയ്ക്ക് കൊണ്ടുപോവുക. എന്നിട്ട് പറയുക, വചനത്തിൽ പറയുന്നു, അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കണം, നിന്റെ കൈകളിൽ ഒന്നല്ല 2 വാക്യങ്ങൾ ഉദ്ധരിക്കുക, ഒന്ന് പ്രൂവ് ചെയ്യും, പ്രൂവ് ഇറ്റ് മീ. ഉടനടി കാര്യം ഓർത്തണം, അവൻ സ്വന്തം ചെയ്യുന്നു. അവിടെയാണ് ഇംബാലൻസ്ഡ് വേർഡ് ആണെങ്കിൽ, നമ്മൾ വചനം പൂർണ്ണമായി കിട്ടിയില്ലെങ്കിൽ പല ഉപദേശങ്ങൾ പാലിൽ മുളച്ചു പരക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ഉപദേശം തൊട്ട് അവസാനിപ്പിക്കുന്നവൻ തന്നെ ആ ഉപദേശം ആദ്യം മുതൽ അവസാനം കൊണ്ട് ബൈബിൾ വായിക്കണം. ജസ്റ്റ് ഒരു പ്രസംഗമോ ഒരു സാക്ഷ്യം കേട്ടിട്ട് ഹൈപ്പായിട്ട് പോയാൽ നടക്കത്തില്ല. യു ടു റീഡ് ഫ്രം ബിഗിനിങ് ടു എൻഡ്. എന്നിട്ട് പറഞ്ഞ പരിശുദ്ധാത്മാവെ പഠിപ്പിക്കും, മർമ്മങ്ങൾ വെളിപ്പെടുത്തി, ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ഒരൊറ്റ വചന പഠിതാക്കളും എഴുതിയിട്ടില്ലാത്ത കമന്ററികൾ, ആഴമേറിയ മർമ്മങ്ങൾ ഞങ്ങൾക്ക് ആ പാറകളെ ഒന്ന് ഇളക്കി ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നാല് സ്പിരിച്വൽ ബാലൻസ് വരോട്. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതിയിരിക്കുന്നു പറഞ്ഞ് പിശാചിനെ പ്രൂവ് ചെയ്യുന്നൊരു കാര്യമോ വചനത്തിലൊക്കെ നമ്മൾ ചാടി വീഴാൻ എളുപ്പമോ. അമിസ്വത്വം പക്ഷെ ഒരു കാര്യം, അമിസ്വത്വം നമ്മളെ ബാലൻസ് അല്ലെങ്കിൽ ആത്മീയത്തിൽ കൊണ്ടും നമ്മെ തകർക്കാൻ പിശാചിനെ കൊണ്ട് കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കോണം. If you were in school and you had to write papers for school, you know that they don't play about plagiarism. You need to cite the author, or you need to know where all what you're citing and quoting is coming from. If the Spirit is the author of the word, you need His not past assistance or assistance
or the things that you learn about from other people, but rather live assistance from the Holy Spirit to handle His word. In Isaiah chapter 34 verse 16, it says, "Look in the scroll of the Lord and read. None of these will be missing, not one will lack her mate, for it is His mouth that has given the order, and His Spirit will gather them together." It is the Holy Spirit that reveals the word in complete balance to us. അവൻ പ്രിയമുള്ളവരെ, അവൻ സ്വന്തം കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ആത്മാവിന്റെ സാന്നിധ്യം, എന്തിനാ ഈ പരിശുദ്ധാത്മാഭിഷേകം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട്? കാരണം യേശു പറഞ്ഞു, പോകുന്ന പ്രയോജനം പോകാൻ ഞാൻ പരിശുദ്ധാത്മാവില്ല. അവൻ വന്നാൽ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയത്തിൽ ഒന്നും പറയത്തില്ല. അവൻ ഞാൻ പഠിപ്പിച്ചതൊക്കെ നിങ്ങളെ എന്ത് ചെയ്യും? ഓർമ്മിപ്പിക്കും, നിങ്ങളെ റിമൈൻഡ് ചെയ്യും. അതുകൊണ്ടൊരു പ്രത്യേകത, ഈ പരിശുദ്ധാത്മാവാണ് വചനം വിരചിച്ചത്. ദ റൈറ്റർ, ഓഥർ എന്ന് പറയുന്നത് ഹോളി സ്പിരിറ്റാ. നീ ഹോളി സ്പിരിറ്റിന്റെ സാന്നിധ്യത്തിൽ ഇരുന്നാലുള്ള ഗുണം, റൈറ്റ് ടൈമില് റൈറ്റ് വേർഡ് നിനക്ക് തരും. അത് നിനക്ക് ബ്രേക്ക് ത്രൂ ആയിരിക്കും. സ്വന്തം ബുദ്ധിയിലോ കഴിവിലോ ജ്ഞാനത്തിലോ ഈ ഉപദേശം നീ കാണാതെ പഠിച്ചത് കൊണ്ട് ഒന്നും ഒരു കാര്യമില്ല. ഇമ്മീഡിയറ്റ് ഇൻസ്റ്റന്റിൽ ആ നേരത്തെ വചനം നിനക്ക് കിട്ടിയില്ലെങ്കിൽ യു കനോട്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല. യു ബി കംപ്ലീറ്റ്ലി ബ്രോക്കൺ. എത്ര കാണാതെ അരച്ച് കലക്കി കുടിച്ചു പഠിച്ചെന്ന് പറഞ്ഞാലും യു വിൽ ഫെയിൽ. അതുകൊണ്ടാ എവറി മൊമെന്റ്, അതുകൊണ്ടാ ഹൂസ് പാരക്ലീറ്റ് ഹെൽപ്പറാ, നിന്റെ കൂടെ നടക്കുന്ന, അതുമാത്രം നിന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. That is what Christ has given it. ഈ ആത്മാവിനോട് കൂടെ നടന്നാൽ ഇൻസ്റ്റന്റ്ലി വചനം. കാരണം എഴുതിയത് ആരാന്നറിയാമോ? പരിശുദ്ധാത്മാവ്. അത് യെശയ്യാവ് അത് കണ്ടിട്ട് പറയുക, യെശയ്യാ 34 16 യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിൽ ഒന്നും കാണാതിരിക്കില്ല, ഒന്നിനും ഇണയില്ലാതെ ഇരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിച്ചേർത്തത്. എന്തിനാ ഹോളി സ്പിരിറ്റ്? കാരണം അവൻ നിന്റെ നോളജ്, നമ്മളെ വചനം അറിയണം. വചനം എഴുതിയ ഹോളി സ്പിരിറ്റിന്റെ അടുക്കലുള്ളപ്പോൾ അവൻ നിന്നെ ഓർപ്പിക്കും. നിനക്ക് പോലും അറിയാത്ത വചനങ്ങൾ കാണിച്ചു തരും. ബുക്ക് തുറന്നു പറഞ്ഞപ്പോൾ ഐ ഫീൽ ദ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. അന്നേരം വേണ്ട കാര്യം അന്നേരം. അവൻ നിന്റെ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. അവൻ യഹോവയിൽ തന്നെ ആശ്രയിക്കുക. ഹോളി സ്പിരിറ്റിന്റെ പവർ അതാ. അവിടെ പറഞ്ഞ കർത്താവേ, എനിക്കറിയാം, വചനം അറിയാം, പക്ഷെ ഐ ഡോണ്ട് ട്രസ്റ്റ് ഇൻ ഇറ്റ് ബിക്കോസ് എന്റെ ഫ്ലഷ് എപ്പോഴും ഓവർടേക്ക് ചെയ്യും. ഐ നീഡ് യു. തൊട്ടടുത്തുനിന്ന് ഞാൻ തെറ്റിപ്പോകുമ്പോൾ ആ വചനം എന്നെ അടിക്കണ്ട, മുറിക്കണ്ട, എന്റെ തെറ്റുകളെ കാണിക്കുന്ന വചനം ഹോളി സ്പിരിറ്റ് ലീവിങ്, അത് മുറിക്കും, മുറിവ് കെട്ടും, എന്നെ തിരുത്തും. വേറെ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, ഇറ്റ്സ് ഗുഡ് ദാറ്റ് ഐ ഗോ. ആ പോയാല് ആര്? പരിശുദ്ധാത്മാവെന്ന ഹെൽപ്പർ. നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ഈ ഭൂമിയിൽ ആരും ഇല്ലാതിരിക്കുമ്പോൾ നിന്നെ വാച്ച് ഓവർ ചെയ്യുന്ന, നിന്നെ ഗൈഡ് ചെയ്യുന്ന ഹോളി സ്പിരിറ്റ് വന്നിട്ട് അവനാണ് ഇത് എഴുതിയത്. ദൈവത്തിന്റെ ആത്മാവല്ലോ അതിനെ കൂട്ടിച്ചേർത്തത്. അവൻ റിമൈൻഡ് ചെയ്യിക്കും. നോ ഇന്ന വേർഡുണ്ട്. നിന്റെ ഡിസിഷൻ, നീ ചില വാക്കുകൾ കണ്ടോ, ഇതെനിക്ക് സൈന, ഞാനീ പോകുന്ന വഴി ശരിയാന്ന് വിചാരിക്കും. നോ, കാണിക്കടുത്ത വാക്യം അവിടെ കിടക്കും. നോക്ക്, നീ ചില വാക്യം എടുത്തിട്ട് ദൈവം നിനക്ക് സ്വന്തം സൈനാന്ന് പറഞ്ഞു യോനാ കപ്പലേ കയറി പോകുമ്പോ നോ, അവൻ ഇങ്ങപ്പുറത്തെ വചനമുണ്ടെന്ന് പറഞ്ഞ് ആത്മാവ് കൂട്ടിച്ചേർത്ത വചനം എഴുതിയ ആത്മാവ് കാണിച്ചു നിന്നെ നേർവഴിയിൽ നടക്കുമാറാക്കും. A lot of references here that we don't have the time to read. We know that in Ephesians chapter 4 reminds us that we should not be like little children who are tossed to and fro by every single wind of doctrine. We need to know what is right. The Holy Spirit is the only one who can, again, every wind of doctrine doesn't just mean things that are spouting around. Those people might be quoting the word of God. They may be quoting scriptures like the enemy was, but you need the Holy Spirit's help so that you are not tossed here and there without any being planted and being rooted in the word of God in the complete gospel. പ്രിയമുള്ളവരെ, ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ദൈവത്തിനകത്ത് വളർച്ച എന്നൊരു കാര്യം പറഞ്ഞപ്പോൾ അവൻ തുടങ്ങിയത് എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നാണ്. സഭയിലെ 5 ഓഫീസേഴ്സ് ദൈവാക്കി. അതിനകത്ത് പ്രീസ്റ്റ്ഹുഡ് ഇല്ല, പൗരോഹിത്യമില്ല, പുരോഹിതനില്ല. പുരോഹിതൻ കഴിഞ്ഞുപോയി. സ്വന്തം പൗരോഹിത്യം നീങ്ങിപ്പോയി. അത് പഴയ നിയമം, ഇറ്റ്സ് ഒബ്സൊലീറ്റ്. സ്വന്തം ചെയ്യുന്നു. പൗരോഹിത്യം നമ്മളെ രാജകീയ പുരോഹിതരാക്കി. യേശു നിത്യമഹാപുരോഹിതനായിട്ട് വിശുദ്ധ സ്ഥലമായ സ്വർഗത്തിലേക്ക് കയറിപ്പോയി പിതാവിന്റെ വലത്തുഭാഗത്ത്. ഇനിയൊരു തിരുമേനിയില്ല, മഹാപുരോഹിതൻ ഇനിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥാനം വെച്ച് നിങ്ങൾ അവരോധിക്കുമ്പോൾ യു ആർ ബ്രേക്കിംഗ് ഗോഡ്സ് കമാൻഡ്മെന്റ്. ഹൈ പ്രീസ്റ്റ് ആയി യേശു പോയി കഴിയുമ്പോൾ പിന്നെ നീ ഒരു ഹൈ പ്രീസ്റ്റിനെ സ്ഥാപിക്കുന്ന, തിരുമേനി ഉണ്ടാക്കുന്നെങ്കിൽ നീ ദൈവത്തോട് പാപം ചെയ്യുന്നു. ദാറ്റ് ഈസ് വൈ ആത്മനിറവിൽ നീ നയിക്കണം. ചുമ്മാ ആരെയും കുറ്റം പറയുന്നതല്ല. വി ആർ ബ്രേക്കിംഗ് ഗോഡ്സ് വേർഡ്. ദൈവം വെച്ച വ്യവസ്ഥകളെ, ദൈവം ഒബ്സലീറ്റ് ആക്കിയ കാര്യങ്ങളെ നീ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ യു ആർ ബ്രേക്കിംഗ് ഗോഡ്സ് കമാൻഡ്മെന്റ്. അതുകൊണ്ടാണ് ദൈവത്തിന് വനം പറയുന്നത്. സ്വന്തം ചെയ്യുന്നു. ഇവിടെ നാം വായിക്കുമ്പോൾ സ്വന്തം ദൈവം 5 ഓഫീസേഴ്സ് സഭയ്ക്ക് കൊടുത്തു. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ,
ആമേൻ സ്തോത്രം. സുവിശേഷകന്മാര്, ഇടയന്മാര്, പിന്നെ ഒരു ഉപദേഷ്ടാക്കന്മാർ, ടീച്ചേഴ്സ്. ഇതെന്തിനാന്ന് പറയുക? ആ 4-ാം അധ്യായത്തിൽ പറയുക, സഭയെ എക്യുപ്പ് ചെയ്യാൻ. ഒത്തിരി ഉപദേശം വരുമ്പോ ഇത് ശരിയാണ്, അതിൽ ശരിയാ, എല്ലാം ശരിയാന്ന് പറഞ്ഞ് ഓടാതിരിക്കാൻ സഭയെ വളർത്താൻ ഈ ഓഫീസേഴ്സ്, പഠിപ്പിക്കാൻ ഈ ഓഫീസേഴ്സ്. അപ്പോൾ ഓർക്കണം, അവിടെ ബുദ്ധിന്ന് പഠിപ്പിക്കില്ല. ബുദ്ധിന്ന് പഠിപ്പിക്കുമ്പോൾ കൾട്ടുകൾ ഉണ്ടാകും. And that's why in 2 Timothy chapter 3 verse 16 it says all scripture is God breathed and is useful for teaching, rebuking, correcting and training in righteousness, so that the servant of God may be thoroughly equipped for every good work. 2 തിമോഥെയോസ് 3:16 തിമോഥെയോസിലേക്ക് കടന്നു പോകുക. 3:16 ഇങ്ങനെ പറയുകയാണ്, ആമേൻ സ്തോത്രം ചെയ്യുന്നു. 3:16 ആമേൻ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ വായിക്കുന്നു, ഞാൻ വായിക്കുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. Amen. And now we're going to move on to the third strategy that that the enemy is trying to use against Jesus. The easy way out through a stumbling block. He takes Jesus up to the top of the mountain, the highest mountain, shows him all the kingdoms in the world and the glory, and says, all these things I will give you if you will fall down and worship me. He wasn't trying to trick Jesus, because Satan is called elsewhere the ruler of this earth. He's been given certain authorities on this earth. So he's saying, if you bow down to me, all these things I will give you. You don't need to go out with your ministry. You don't need to endure the rejection, all the pain and the shame and the suffering. Simply bow down to me and all these things I shall give you. But Jesus responds in verse 10. He says, get thee hence, Satan, for it is written, thou shalt worship the Lord thy God, and him only wilt thou serve. അടുത്തതായിട്ട് ശത്രു ഉപയോഗിക്കുന്ന ഒരു തന്ത്രം, മരുഭൂമിയിലെ പരീക്ഷണത്തില് യേശുവിനെ ഒരു ഉയർന്ന മലയിൽ കൂട്ടിക്കൊണ്ടിട്ട് ലോകത്തിലെ സകല രാജ്യങ്ങളെയും അവരുടെ സമ്പൽ സമൃദ്ധികളെയും അനുഗ്രഹങ്ങളെയൊക്കെ കാണിച്ചു. എന്നിട്ട് പറയുകയാ, ആമേൻ സ്തോത്രം ചെയ്യുന്നു, ഈസി വേ ഔട്ട്, പെട്ടെന്ന് കുറുക്കു വഴി കൂടെ നിനക്ക് നന്മ പ്രാപിക്കാം. നീ എന്തിനാ ഈ കഷ്ടത്തിൽ കൂടെ പോകുന്നത്? എന്തിനാ ഈ സഫർ ചെയ്യുന്നേ? എന്തിനാ വേദനയൊക്കെ അനുഭവിക്കുന്നത്? എന്തിനാ ഈ രോഗം? ജസ്റ്റ് നീ എന്നെ വീണൊന്ന്. ഇന്ന് അനേകർ ഓടുന്ന അത്ഭുതം, അതുകൊണ്ട് ഈ അത്ഭുതങ്ങളുടെ പുറകെ ഓടരുത് എന്ന് വീണ്ടും വീണ്ടും പറയുന്നത്. മിറക്കിളോ വിടുതലോ നന്മ കിട്ടുന്നൊന്നും അല്ല പ്രിയമുള്ളവരെ ആത്മീക വളർച്ച. അനേക വിചാരമോ എനിക്ക് എന്റെ കുഞ്ഞിനെ ഇതാക്കി, അതൊന്നുമല്ല. നീ ക്രിസ്തുവിന്റെ പ്രതിമ തേജസ് റിഫ്ലക്ട് ചെയ്തില്ലെങ്കിൽ യു ഹാവ് നോ ഗ്രോത്ത്. പിശാച് എങ്കിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുക ഈ ലോകത്തിലെ ധനം, ജോലി, നന്മ അയക്കാൻ ഇഷ്ടം. അതുകൊണ്ടല്ലേ ഇന്ന് ശബരിമല എത്രയോ കോടികളാ വരുന്നേ. കാരണം എന്ത്? ചുമ്മാ വല്ല മനുഷ്യൻ പോകുമോ? ഒരാളും ചുമ്മാ എങ്ങും പോകത്തില്ല. എത്രയോ വേളങ്കാണിയിലൊക്കെ എത്രയോ മനുഷ്യരാ പോകുന്നേ. എന്തൊക്കെയോ അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അവിടെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. Some of the things is happening. ഇവരുടെ മനുഷ്യൻ പോകുമോ? അവർക്ക് കാണാൻ, അവർക്ക് കാണിക്കാൻ they have something. ദൈവമക്കൾ അങ്ങനെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല. മിറക്കളും പ്രവചനവും അത്ഭുതവും തേടി ഓടുന്നവരല്ല ദൈവമക്കള്. അവർക്ക് സ്പിരിച്വൽ ഫൗണ്ടേഷൻ ഉണ്ട്. അവരുടെ ഏക ലക്ഷ്യം ഞാനോ കുറയണം, നീയോ വളരണം. യേശുവിന്റെ തേജസ് റിഫ്ലക്ട് ചെയ്യണം. അത് കഷ്ടതയാണേലും പട്ടിണിയാണേലും വേദനകളാണേലും ക്രൈസ്റ്റിനെ കാണിക്കണം. ദാറ്റ് ഈസ് വാട്ട് കർത്താവ് നമ്മെ വിളിച്ചത്. യേശുമാണെന്നാ പഠിപ്പിച്ചത്. യേശു ഞാൻ ദൈവമാണെന്നൊരു ഭയങ്കര അത്ഭുതമൊന്നും കാണിച്ചില്ല. വേദനകൾ കൂടെ പോയി അവനെ തികഞ്ഞവനായി. ഇന്ന് പകൽക്കാല കർത്താവ് ഇവിടെ നോക്കൂ, അവൻ കുറുക്കു വഴിയിൽ വിടുതൽ പ്രാപിപ്പാൻ പിശാച് പറയുക. എന്തിനാ? കമോൺ ജസ്റ്റ്. ഇന്ന് അനേകർ അതിന്റെ പുറകെ ഓടി അവരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി. വിടുതലിന് വേണ്ടി ഓടി, അത്ഭുതങ്ങൾക്ക് വേണ്ടി ഓടി. ആൾക്കൂട്ടം വിടുതല്, പിന്നെ അവർക്ക് മിറക്കിളും അത്ഭുതവും മാത്രമാണ്. വചനമോ ഗ്രോത്തോ they don't even care. Suffering, they don't even care. അതിന്റെ മർമ്മമോ വലുപ്പോ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇവിടെ നാം വായിക്കുന്നു, കർത്താവ് പറഞ്ഞു, ദൈവമായ യഹോവയെ മാത്രമാണ്, അവനെ മാത്രമേ നമസ്കരിക്കാവൂ. ഇന്ന് പകൽക്കാലം കർത്താവിനെ വിട്ട് നീ ഏതെടുത്തും ദൈവം തന്ന ഉപദേശത്തിന് വിരുദ്ധമായി നീ പോകല്ലേ. സത്യം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ turn back. കർത്താവ് നീ പോകുന്ന വഴി വെളിപ്പെടുത്തി you come back and live and walk in the path of God. എന്തുകൊണ്ട്? സത്യം അറിഞ്ഞ ശേഷം സ്വന്തം ഞാനിവിടെ ആദ്യം 1998 ഇവിടെ ഫിലഡൽഫിയയിൽ വന്നു. എന്റെ കസിൻസ് ഫിലിപ്പോസങ്ങൾ അറിയാം. താൻ ആരാധിച്ചിന്റെ ജോൺസൺ അച്ഛന്റെ പള്ളിയിലെ സ്വന്തം നെബുച്ചാനും മിനുമാമൊക്കെ they loved me so much. 6-7 മാസം ഉള്ളപ്പോ ഞാൻ തകർച്ചയുടെ നെല്ലിപ്പലയുടെ മധ്യത്തിൽ ഇവിടെ വന്നത്. എന്നെ അത്രയോ ലവ് ചെയ്തു. സ്വന്തം അവിടെ പള്ളിയിൽ അന്ന് VBS ഒക്കെ നടക്കുമ്പോൾ I used to go and partake and participate. അവിടെ വിചാരിച്ചു I would go back to Orthodox Church. എനിക്ക് പറ്റിയില്ല. I don't hate.
ഐ കൺസിഡർ ദം ഗ്രേറ്റർ ദാൻ മൈസെൽഫ്. അവരെ എല്ലാവരും എന്നെക്കാൾ തികഞ്ഞവരായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ സത്യോപദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഐ cannot go and say amen there. അവരോട് എനിക്ക് വെറുപ്പുണ്ടായിട്ടല്ല. അവർ എന്നെക്കാൾ ശ്രേഷ്ഠ, എന്നെക്കാൾ നല്ല മനുഷ്യരായിരിക്കാം. ആയിരുന്നു വിനുമമ്മയ്ക്ക് എന്നെ വളരെ സ്നേഹിച്ചു. അമ്മ സ്വന്തം ചെയ്യുന്നു. തന്റെ അമ്മ ഒരു കസിന എന്റെ ഡ്രസ്സ് വരെ അലക്കി എനിക്കുള്ള ആഹാരം എന്നെ ഉച്ചയ്ക്കുള്ള എടുത്തു വെക്കുന്ന അമ്മമ്മയാണ്. I will never, ഡോക്ടർ ശരിക്കറിയാം മീനായ അമ്മ സ്വന്തം, I will never. സത്യം അറിഞ്ഞ എത്ര സ്നേഹം ഉണ്ടല്ലോ. പിന്നെ അവർ നാട്ടിൽ പോയപ്പോ മൂവിങ് ഔട്ട്. ബിക്കോസ് അവരുടെ സ്നേഹം ഒത്തിരി എന്നോട് ഒത്തിരി ഇമ്പാക്ടസ് ആയ സ്നേഹം. പക്ഷെ കർത്താവിനെ ഉപേക്ഷിച്ച് സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സഭയുടെ പുറകെ എടുത്ത് ചാടുന്നു, ഒരുത്തരുടെ ഉപദേശങ്ങൾ ചാടുന്നില്ല. യേശുവിന്റെ ഉപദേശം സത്യമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ I cannot go back and say amen to anything. Because I'm breaking the law of the truth I knew. അതെന്നെ കണ്ടിട്ട് എല്ലാം അറിയോ ഇത് ഓക്കെ അത് ഓക്കെ എന്ന് വിചാരിക്കും. I cannot do that. സത്യം അറിയണം, സത്യം തന്നെ എന്ത് ചെയ്യണം, ഫ്രീ ചെയ്യണം. ആമേൻ. We see that period that the Son of God, the Word incarnate, spent with the Holy Spirit in the wilderness during fasting. It was the reiteration, reaffirmation of what His ministry and what His purpose was. Again, we need to have that experience with the Holy Spirit because the Holy Spirit reminds us what our purpose is. So when Satan tries to come and tries to make us stumble with an easy way out, we say, no, I know what my purpose is. In Isaiah chapter 53 verse 10 to 11, it says, yet it was the Lord's will to crush him and cause him to suffer. And though the Lord makes his life an offering for sin, he will see his offspring and prolong his days, and the will of the Lord will prosper in his hand. Later, it says in verse 11, after he has suffered, the suffering is non-negotiable. It cannot be traded away for something that's easier. After he has suffered, he will see the light of life and be satisfied by his knowledge. My righteous servant will justify many. He will bear their iniquities. Without the suffering, without the struggle, there would be no justification. There would be no bearing of iniquities. There would be no cleansing. In verse 12 it says, therefore I will give him a portion among the great. Satan is here trying to tempt Jesus and says, if you bow down to me, everything that you see I will give you. But Jesus knows what his purpose is, what his mission is, and he knows that the Father says, I will give him a portion among the great and he will divide the spoils with the strong. പ്രിയമുള്ളവർ, ഈശ്വരനാഥൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ പഠിപ്പിച്ചൊരു കാര്യം, ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ജീവിക്കുക. അവൻ കാണിച്ചു തന്നത് ഈ ഭൂമിയിലെ പരിശുദ്ധാത്മാവിനെ നടത്തിയപ്പോൾ ഒളിച്ചു പഠിപ്പിക്കുക, ഈ ഭൂമിയിൽ എന്തിനാണ് നിന്നെ കൊണ്ടുവന്നത്? അവൻ സ്വന്തം കഷ്ടങ്ങൾ കൂടി തികഞ്ഞവനാകാൻ, കഷ്ടങ്ങൾ കൂടി തികഞ്ഞവനായി ജയിപ്പാൻ. അവൻ സ്വന്തം മരുഭൂമിയിൽ അവനെ പഠിപ്പിക്കുക. ഹോളി സ്പിരിറ്റിന്റെ പ്രത്യേകത നമ്മെ പഠിപ്പിക്കും. എന്നിട്ട് നമ്മെ ഏത് പർപ്പസിന് വേണ്ടി ദൈവം വിളിച്ചോ അതിലേക്ക് നമ്മെ എക്യുപ്പാക്കും. എന്നാൽ ഈ ലോകത്തിലെ പിശാചും തന്ത്രങ്ങൾ എന്ത് ചെയ്യും? എളുപ്പ വഴി കാര്യം സാധിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. എന്നാൽ ഇന്ന് പകൽക്കാലം അങ്ങനല്ല. കഷ്ടങ്ങൾ കൂടി തികഞ്ഞവനാകാൻ അവൻ നിങ്ങളെ ഒരു പട്ടാളത്തിലേക്ക് എടുത്താൽ, ഇപ്പോൾ അവൻ ഇനിയും യുദ്ധം കൊടുപ്പിടി കൊണ്ടുകഴിഞ്ഞാല് നമ്മുടെ യൂത്തിനൊക്കെ കേലവിനെയൊക്കെ വിളിക്കാം, ഗോ മാൻഡേറ്ററി ക്യാമ്പിന് പോകേണ്ടി വരാം. അവൻ യുദ്ധത്തിന് വേണ്ടി ഒരു 3-4 മഹായുദ്ധത്തിലേക്ക് പോയിട്ട് ആൾക്കാരില്ലാതെ വന്നു കഴിഞ്ഞാല് അവൻ ഡ്രാഫ്റ്റിംഗ് മാൻഡേറ്ററി ആക്കും. അവൻ സ്വന്തം ചെയ്യുന്നു, പോയി അവർ ട്രെയിൻ ചെയ്യണം. ഇവർക്ക് ഈ പുതിയതായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്ന ട്രെയിനിങ് കിട്ടാനുള്ള സമയമില്ല. യുദ്ധം നടക്കുമ്പോൾ ഇങ്ങനെയുള്ളവരെയാണ് ഫസ്റ്റിൽ കൊണ്ടുവന്ന് യുദ്ധഭൂമിയിൽ തൂക്കുമായിട്ട് കൊടുത്തുകൊണ്ട്. കാരണം അവർ മരിച്ചുകൊണ്ട് കഴിവുള്ളവരെയും ട്രെയിൻഡ് ആയിട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് പ്രയാസമായതുകൊണ്ട്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഏത് യുദ്ധത്തിന് വിളിച്ചാൽ നിന്നെ ട്രെയിൻ ചെയ്തിട്ട് എടുക്കത്തുള്ളൂ. അതുപോലെ ദൈവത്തിന്റെ ഒരു പദ്ധതിക്ക് ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ഈ കഷ്ടങ്ങൾ, ഈ ഞെരുക്കങ്ങൾ, ഈ തകർച്ചകൾ നിന്നെ ട്രെയിൻ ചെയ്യിക്കാൻ. കാരണം ദൈവത്തിന്റെ പർപ്പസ് വലുതോ കേട്ടോ നിങ്ങളെ കുറിച്ച്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വലുതാ കർത്താവിന്റെ പ്ലാന്. അതുകൊണ്ട് കർത്താവിനെ പഠിപ്പിച്ചു, അവനോട് പറഞ്ഞു. അതുകൊണ്ട് യശയ്യാപ്രവചനത്തിൽ വായിക്കുന്നത് പോലെ അവൻ സ്വന്തം 1-ാമത്തെ വാക്യം നോക്കൂ. അവിടെ അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വ്യസനപാത്രമായി, രോഗശീലിച്ചവനുമായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. അവൻ സ്വന്തം അടുത്തായിട്ട് വായിക്കുമ്പോൾ അവനെ തകർത്ത് കളയാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. ദൈവത്തിന്റെ ഇഷ്ടം. അതുകൊണ്ട് ആ താഴ് വായിക്കുമ്പോൾ അതിന്റെ 11-ാമത്തെ വാക്യത്തില് 10-ാമത്തെ വാക്യത്തിൽ അവനെ തകർത്ത് കളയാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി, അവന്റെ പ്രാണൻ ഒരു അകത്യാഗമായി. ദൈവത്തിന് ചില ഇഷ്ടങ്ങളുണ്ട്. ദൈവത്തിന്റെ ഇഷ്ടത്തിൽ പുറപ്പെടുക അവൻ പ്രയോറിറ്റി. അതുകൊണ്ട് അവൻ സ്വന്തം ചെയ്യുന്നു. അങ്ങനെ അവനെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട്, അവൻ അകത്യങ്ങൾക്ക് വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട് എന്ത് പറ്റി? അവന്റെ പ്രയത്നഫലം കണ്ട് അവൻ തൃപ്തനാകും. ഇന്ന് പകൽക്കാലം സകല നാമത്തിന് മേലായ നാമം യേശു ചുമ്മാ അങ്ങനെ കിട്ടിയതല്ല. അവൻ സ്വന്തം കഷ്ടങ്ങളിൽ കൂടെ പോയി തികഞ്ഞവനായി. ഒരു പർപ്പസ് ഉണ്ട് പ്രിയമുള്ളവരെ. നിങ്ങൾ ഇരിക്കുമ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പോയി കഷ്ടങ്ങളോ തകർച്ചകളോ നിങ്ങൾ അനുഭവിച്ച അബ്യൂസസോ ഇറ്റ്സ് നോട്ട് ടു ബ്രേക്ക് യു, ഡിസ്ട്രോയ് യു. നിന്നെ ഒരു തീയായിട്ട് ദൈവത്തിന് ഉപയോഗിക്കാം. ചില തകർന്നവരെ വിളിച്ച് കയറ്റാം.
അവൻ സ്വന്തം. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കണം, 12 അപ്പോസ്തലന്മാരിൽ 11 പേരും കഷ്ടപ്പെട്ടു, 12ാമനും കഷ്ടപ്പെട്ടു. 11ാമന് രക്തസാക്ഷിയായില്ലെന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് വായിച്ചു നോക്കണം എങ്ങനെ ഒരു അപ്പോസ്തലൻ മരിച്ചു. അവരെയൊന്നും ദൈവത്തിന് ജീവിക്കാൻ കഴിവില്ല നീ കാണില്ല. അവൻ കഷ്ടങ്ങൾ കൂടി തെളിഞ്ഞവനാ ക്രൈസ്റ്റ് രാജ്യത്തിന്റെ സുവിശേഷം. ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ട്. അവർ ആരും നിരാശയിലല്ല മരിച്ചത്. പത്രോസ് പറയുമ്പോൾ ലുക്ക് എന്റെ നാഥനെ അവൻ നേരെ ക്രൂശിന്റെ തലകീഴായി ക്രൂശിക്കുക, എനിക്ക് അവന്റെ പാദം ചുംബിച്ച് മരിക്കണം. മരണമോ കഷ്ടമോ അവർക്ക് കഷ്ടമല്ല, പ്രയാസമല്ല. അവൻ ആത്മീയ വളർച്ച സൗഖ്യത്തിന് വേണ്ടി. ഇന്നത്തെ നമ്മുടെ ഷാലോ ക്രിസ്ത്യാനിറ്റിയാ. രോഗസൗഖ്യം വന്നില് പിന്നെ വാടിയോ സ്വോത്രമില്ല, ഒന്നുമില്ല. എടാ നിന്നെ വിളിച്ചത് എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. കഷ്ടങ്ങൾ കൂടി തികഞ്ഞവനാകാനാ, സൗഖ്യം കണ്ടിട്ട് ആനന്ദിക്കാനായിട്ടല്ല. അപ്പൊ ആ ഒരു മർമ്മം മനസ്സിലാക്കും. സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഗെറ്റിംഗ് ആൻസർ ഫോർ യുവർ പ്രേയർ, അതിനേക്കാൾ ഉപരിയാണെന്ന് തിരിച്ചറിയണം. Finally, the strategy that we see that Satan uses, that's an underrated strategy. When the temptation of Jesus is talked about in Luke, at the last verse of that portion it says, and Satan left him until an opportune time, showing that temptation was not just meant to last that in that period of the wilderness, and that once Jesus won it using the power of the Holy Spirit, everything was fine and dandy, it's going to be winning from now on, all I do is win no matter what. But we see that Satan is looking for an opportune time to come and catch him when he's vulnerable and try to make him forget all the things that the Holy Spirit made him learn. But here's the difference: when you're constantly walking in the power of the Holy Spirit, you're not just walking from past lessons. Those lessons are continually being lived and breathed through you because the Holy Spirit is dwelling in you and leading you and walking with you. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ലൂക്കോസിനുമായിട്ടുള്ള ഒരു മർമ്മം അവിടെ പരിശുദ്ധാത്മാവ് ലൂക്കോസിൽ കൂടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവൻ പരീക്ഷ കഴിഞ്ഞിട്ട് അവൻ ഗലീലയിലേക്ക് മടങ്ങുമ്പോൾ അവിടെ പറയുന്നൊരു ഭാഗമുണ്ട്, അല്പകാലത്തേക്ക് പിശാച് അവനെ വെറുതെ വിട്ടു, അടുത്തൊരു അവസരം അന്വേഷിച്ചു. അപ്പൊ ഓർത്തോണേ, ദൈവമക്കൾ എന്തിനാ ഹോളി സ്പിരിറ്റ് നമുക്ക് വേണം? എന്തിനാ യേശു പറഞ്ഞു നിങ്ങൾക്ക് പരിശുദ്ധ ഞാൻ പോകുന്ന പ്രയോജനം? യേശു ഇമ്മാനുവേൽ കൂടി ഇരുന്നാൽ പോരായിരുന്നോ? പക്ഷെ കൂടെ എന്നേക്കും വസിപ്പാൻ, നിന്റെ ഉള്ളിൽ വസിപ്പാൻ. നീ തെറ്റിയുമ്പോൾ മോനെ വഴി ഇതാകും, ഇതിലെ നടന്ന് നിന്റെ പുറകിൽ പറയാൻ നിനക്ക് ലിവിംഗ് ആയി ദൈവസാന്നിധ്യം Holy Spirit the power നിങ്ങളുടെ അത്യന്താപേക്ഷിതമാണ്. Can I show a quick example of that in opportune times coming up? When we look at Matthew chapter 16 verse 21 to 27, it's about Jesus predicting his death. It says Jesus began to explain to his disciples that he will go to Jerusalem, suffer many things at the hands of the elders, and that he must be killed, and on the third day he should be raised to life. And Peter took him aside and began to rebuke him. Peter said, "Never, Lord, this shall never happen to you." Jesus turned and said to Peter, "Get behind me, Satan. You are a stumbling block to me. You do not have in mind the concerns of God, but merely human concerns." Now, in the previous portion, it was this same Peter who said, "You are the Son of God, the Messiah." And in another moment, Satan is utilizing Peter to try to get to Jesus again. When did that happen? When Jesus started talking about his death, his suffering, the things that he would have to do to fulfill the Father's will. Satan uses that as an opportune time because obviously all the stress and all the burden that Jesus is carrying in his flesh about this, Satan comes and uses Peter to say, "Never, Lord." He starts rebuking, but Jesus clocks that immediately. Jesus says, "Get behind me, Satan." പ്രിയമുള്ളവരെ, ദൈവത്തിനും പഠിക്കുമ്പോൾ കേട്ടല്ലോ, അവസരം നോക്കി തൽക്കാലത്തേക്ക് യേശുവിനെ വിട്ടു, അടുത്ത അവസരം അന്വേഷിച്ച്. നമുക്ക് കാണാൻ പറ്റും, യേശുവിന്റെ ജീവൻ നോക്കിയാൽ മതി, എല്ലാ സമയത്തും ശത്രു അവനെ ഇടറുമാറാക്കുവാൻ നോക്കി. അതിലൊരു സന്ദർഭമാണ് നിങ്ങൾക്കറിയാം, പത്രോസിനുള്ള ബന്ധത്തില് ആദ്യം ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു ചോദിച്ചപ്പോൾ സ്വന്തം ചെയ്യുന്നു, നിങ്ങൾ എന്നെ കുറിച്ച് എന്ന് പറയുന്നു ചോദിച്ചപ്പോൾ ചാടി വീണു. പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഉടനെ യേശു പറഞ്ഞു, സ്വന്തം പെരിയാനായ ശിമോനെ, ഇത് ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത് സ്വർഗത്തിലെ ദൈവമാ. എന്നിട്ട് അവനെ അങ്ങ് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, സ്വർഗരാജ്യത്തിന് താക്കോൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, നീ തുറന്നിരിക്കും. അനുഗ്രഹം ഭയങ്കര. സ്വന്തം നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ, പാറയാകുന്നു എന്ന് പറഞ്ഞില്ല, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ സഭയെ. അപ്പം അതെന്തോ അതാ തെറ്റിപ്പോയത്. കാരണം പറഞ്ഞുകൊണ്ടിരുന്ന എന്നെ ആരെന്ന് പറയുന്നു എന്ന് പറഞ്ഞ സബ്ജക്ട് ഉണ്ടാ. നമ്മൾ വചനം വായിച്ച് പഠിക്കുമ്പോൾ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കണം. ജനങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു. എന്നിട്ട് പറഞ്ഞു വന്നപ്പോഴാണ് നീ ഇന്നാന്ന് പറയുമ്പോൾ നീ നിനക്ക് വെളിപ്പെടുത്തിയ ദൈവമാണ്, വേറെ ആരുമല്ലെന്ന് പറഞ്ഞു. നീ പത്രോസാണ്, നീ പാറക്കഷ്ണം, പെട്രാസ് എന്ന പാറക്കഷ്ണം. ഈ പാറമേൽ എന്ന് പറയുന്നത് ക്രിസ്തു. ഹൂ is people talking about me? ആ പാറമേൽ. അത് പൗലോസ് വീണ്ടും വ്യക്തമായിട്ട് പറഞ്ഞു, അവരെ അനുഗമിച്ച പാറയിൽ നിന്നുള്ള കുറിച്ച് ആ പാറ ക്രിസ്തുവായിരുന്നു. പത്രോസ് അതിനെ കുറിച്ച് നേരിട്ട് പറയുന്നുണ്ട്, അവൻ ക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ വേറൊന്നും ഇടാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. അവൻ സ്വന്തം ചെയ്യുന്നു. അപ്പോൾ മടങ്ങി വരട്ടെ, അവൻ സ്വന്തം ചെയ്യുന്നു. അവിടെ അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് യേശു, കാരണം യേശുവിനെ പഠിപ്പിച്ച് എന്ത് സഫർ ചെയ്യണം, എന്തിൽ കൂടെ കടന്നു പോകണം,
പട്ടുമത്തെയല്ല, കർത്താവിന്റെ പർപ്പസ് വിടും. ചിലപ്പോൾ അതിനെ കഷ്ടങ്ങൾ കൂടി വിടാനായിരിക്കും ദൈവത്തിന്റെ ഡിസൈൻ. ഒരിക്കലും അതിനെ എതിർക്കരുത്. ക്യാൻസറിൽ കൂടെ പോകാനത് കർത്താവേ, ഈ ക്യാൻസർ ആണെങ്കിലും മാറ്റി കൊല്ലപ്പെടുകയാണെങ്കിലും ഈ ജീവിതം കൊണ്ട് നിന്നെ സ്തുതിക്കാൻ, എന്റെ മരണം കൊണ്ടാണേലും എന്റെ ജീവൻ കൊണ്ടാണേലും അത് ഏത് തകർച്ച വന്നാലും ദൈവമേ നിന്നെ മഹത്വപ്പെടുത്താൻ എനിക്കിടയാക്കണം. നമ്മുടെ പ്രാർത്ഥന എന്താ? കർത്താവേ, എന്റെ ലൈഫ് അവൻ നിന്റെ തേജസ് കാണിക്കാൻ, നിന്നെ റിഫ്ലക്ട് ചെയ്യാൻ. അതെന്റെ സഫറിംഗ് ആണെങ്കിലും വേദനയാണെങ്കിലും. അപ്പോൾ ഇവിടെ വന്നിട്ട് യേശു പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ സംഭവിക്കും, അവൻ ഇന്ന കാര്യങ്ങൾ നടക്കും, അവൻ എന്നെ കൊല്ലും. അവൻ ഇതും കൊണ്ട് പറയുമ്പോൾ ഓടി വന്ന് പത്രത്തിൽ പറയാം, കർത്താവേ അങ്ങനെ സംഭവിക്കില്ല, എന്ത് പൊട്ടത്തരം പറയുന്നേ എന്നുള്ള രീതി. എന്റെ പൊട്ടത്തരം എന്നൊന്നും പറയുക. അവൻ ആ സ്നേഹം കൊണ്ട് കാണിക്കാൻ ജീവനത്തിൽ സംഭവിക്കല്ലേ. അപ്പോഴത്തേക്ക് യേശു പറഞ്ഞത്, പത്രോസേ നീ പറയാന്നുണ്ടല്ല, സാത്താനെ എന്നെ വിട്ട. അപ്പോൾ സാത്താൻ ആരെ ഉപയോഗിക്കാം? പാസ്റ്ററിനെ ഉപയോഗിക്കാം, കൂടെയുള്ള കൂട്ടുവിശ്വാസികളെ ഉപയോഗിക്കാം, ആരെ വേണ്ടി ഉപയോഗിക്കാം. ഇന്ന് പകൽക്കാലം ആത്മീക വളർച്ച എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ നനവൻ നടക്കുന്നു. എപ്പോഴും ഹോളി സ്പിരിറ്റ് തിരിച്ചറിയും. അത് ഉപദേശം എവിടുന്നാ വന്നത്? അത് പാസ്റ്ററാണോ, പത്രോസാണോ, താക്കോലുള്ള പത്രോസ് അങ്ങനെ പുറകിൽ പിശാച് ഡിസ്കൈസ് സംസാരിച്ചാണോ? തിരിച്ചറിഞ്ഞതിനെ ശാസിച്ചു ചെയ്യുമെടുക്കാൻ. അതുകൊണ്ട് ആത്മാവിന്റെ സാന്നിധ്യം എപ്പോഴും നമുക്ക് ആവശ്യം. Our yielding to the Holy Spirit and to the will of the Father should not be based on circumstances. Jesus, if he decided to lean too much on his flesh, if he saw how Peter was opposing him, he could have thought, oh, is this not the will of God after all, because my followers are not supporting this? But no, he knew his mission enough because of the training by the Holy Spirit to rebuke back. Because Peter's trying to rebuke him. Jesus said, no, I'm rebuking you because I know what my message is. In Gethsemane, when Jesus called Peter and James and John to pray with him. Now we've seen artistic renditions of Jesus in Gethsemane, tortured by the weight of what he is about to endure. He is praying, sweat like blood is coming down in the form of sweat because of the intense pressure and the intense pain mentally, spiritually that he is being tortured with. And he is praying, he's asking his disciples to sit and to pray for him. But as we know, they didn't. They did. The spirit was willing, but the body was weak. They fell asleep. Jesus did not choose to allow the circumstances around him, the lack of support, the rebuking, the misunderstanding of his mission, allowed him to be stopped from what he needed to do. In his prayer, he says, my Father, if it is possible, may this cup be taken from me. But the Son was trained enough by the Spirit, walked in the Spirit, breathed and ate of the Spirit to know enough that yet not as I will, but as you will. പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ ഓർക്കണം. അവിടെ പറഞ്ഞു, ഞാൻ ഈ ആരാധനയ്ക്ക് വന്നു, അതൊന്നും നിന്നെ സഹായിക്കത്തില്ല. നീ പോകുന്ന കൂട്ടായ്മയില് നീ ഏറ്റവും വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്ന, ഏറ്റവും പ്രയറായിട്ട് കൊണ്ടുവന്ന, അവൻ ഏറ്റവും ട്രസ്റ്റ് ചെയ്യുന്ന ചിലപ്പോൾ കൂട്ടു സഹോദരൻ, ആ പ്രയർ പാർട്ട്ണർ ആയിരിക്കും നിന്നെ അവൻ ഇടറിക്കുമാറാക്കുന്നത്. അവൻ സ്വന്തം ചെയ്യുന്നു. അവിടെ നമ്മൾ യേശു പറയുന്നു, തന്റെ സഫറിനെ കുറിച്ച് പറയുമ്പോൾ പത്രോസ് അവനെ മാറ്റിക്കൊണ്ടുവന്ന് റബ്യൂക്ക് ചെയ്യുന്നു പറഞ്ഞേ, അവനെ ശാസിക്കാൻ തുടങ്ങി, ഈശോയെ ശാസിക്കാൻ തുടങ്ങി. അത് കേട്ടപ്പോഴോ സഹോദരന്മാരെല്ലാം അവർ ആത്മനിറവുള്ളവരാണ്, അവർ സാധിച്ചവർ നമുക്ക് എന്നാ വേണ്ട, അവർ പറഞ്ഞ് ശരിയായിരിക്കും ഈൽഡ് ചെയ്ത് കൊടുക്കുകയല്ല. അവൻ ആത്മാവിന് നിറവിൽ യേശു തിരിച്ചു പത്രോസിനെ ശാസിച്ചു. സാത്താനെ എന്നെ വിട്ട പോകുമെന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ആ കൂട്ടായ്മകളോ പോകുന്ന ഇടങ്ങളോ ഒന്നുമല്ല നിന്നെ നയിക്കേണ്ടത്, ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് ആത്മാവിനും സത്യത്തിനും നീ ആരാധിക്കണമെന്ന് പറയുന്നത്. ഹോളി സ്പിരിറ്റിന് മാത്രമേ അവൻ കള്ളത്തരങ്ങൾ തിരിച്ചറിയാൻ, അല്ലെങ്കിൽ കാരണം സാത്താൻ താനും വെളിച്ചതൂതിന്റെ വേഷം ധരിക്കുന്നു. കൂടെ നടക്കുന്നവർ പോലും അവരറിയുന്നില്ല, അവരെ ഇൻഫ്ലുവൻസ് ബൈ സൈറ്റൻ അവരായിരിക്കത്തില്ല വിഷയം, ജഡരക്തങ്ങളല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്ന കർത്താവേ നീ ആത്മനിറവിൽ എന്നെ നയിക്കണം, തെറ്റിപ്പോകാൻ ഇടയാകരുത്. അവൻ സ്വന്തം ചെയ്യുന്നു. ഈ ഗെത്സമനത്തോട്ടത്തിൽ കാണുമ്പോൾ ഈശോനാഥൻ പോകുമ്പോൾ നമ്മുടെ പാപത്തിന്റെ ഭാരം അത്ര കടൂരമാണ്, അവന് ബെയർ ചെയ്യാൻ കഴിയുന്നില്ല. ശിഷ്യന്മാരെ കൊണ്ടുപോയി അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, 3 പേരെ വീണ്ടും മുമ്പോട്ട് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷെ ബൈബിൾ പറയുന്നു അവർക്കൊന്നും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. കണ്ണിന് ഭാരമേറുകയാൽ അവര് തൂങ്ങി തുടങ്ങി, അല്ലെങ്കിൽ കഷ്ടം വിഷമമായതുകൊണ്ട് ഉറങ്ങി തുടങ്ങി. അവൻ വീണ്ടും മുമ്പോട്ട് പോയി വീണ് കരയുക. അത്രയ്ക്ക് മെന്റൽ ടോർച്ചർ. അവൻ ഒരുപക്ഷെ ഇവർക്ക് ആർക്കും ദൈവികമല്ലായിരിക്കും എന്ന് പറഞ്ഞ് യേശു തിരിച്ചു പോകാൻ പോയില്ല. അവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ അത്രയ്ക്ക് സ്ട്രെസ്, അവൻ ഞരമ്പ് പൊട്ടിയിട്ട് രക്തം വേർപ്പ് പോലെ വെളിയിൽ വന്നു. അത്രയ്ക്ക് മെന്റൽ ആഗനി ആൻഡ് സ്ട്രെസ്. സയൻസ് പഠിക്കുന്നവർക്കറിയാം അത് സംഭവിക്കുന്നത് അത്ര സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ്. അവൻ സ്വന്തം ചെയ്യുന്നു. എന്നാൽ അവിടെ പ്രാർത്ഥിക്കുമ്പോഴും കർത്താവേ മാറ്റണേ എന്ന് പൂർണ്ണ മനുഷ്യത്വത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എങ്കിലും എന്റെ ഇഷ്ടമല്ല എന്റെ ഇഷ്ടം. പരിശുദ്ധാത്മാവ് എപ്പോഴും എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാ ജീവിതത്തിൽ ഒരു ഭക്തൻ എന്ത് വന്നാലും
ഏത് നാണക്കേട് വന്നാലും ഏത് വേദന വന്നാലും അവൻ ദൈവത്തെ സ്തുതിക്കും. കാരണം അറിയാം, അവന്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. അവനെ നടത്തുന്ന ഏത് പാതയും ദൈവിക പാതയാണെന്നറിയാം. അവൻ പ്രേസ് ചെയ്യാനും ദൈവത്തെ അപ്പൊ അവന്റെ ഒറ്റ പ്രാർത്ഥനയെ ഈ നാണക്കേടിലും എന്നിൽ കൂടി അവൻ തേജസ്സിനെ ഞാൻ തേജസ് പ്രാപിച്ചു നിന്നെ റിഫ്ലക്ട് ചെയ്യാനിടയാകണം. അതായിരിക്കും അവന്റെ പ്രാർത്ഥന. അത് അവൻ എപ്പോഴും മുഖപോകും. This is my final slide. I don't have a lot of time. I only have less than 5 minutes left. But we see that after winning this victory, after experiencing this former reign of the Holy Spirit, he goes out and begins his ministry. And we see that in Luke chapter 4, verses 14 to 30, we see him going out into Galilee with this power of the Holy Spirit. Starting from, I'm not going to read all of this. I'm going to ask you to go home and look over this yourselves because this is so powerful. We see that Jesus returned in the power of the Spirit into Galilee, and there went out a fame of him throughout all the region all about. He came to Nazareth in his hometown, and he goes to the synagogue on the Sabbath day, and he reads from the book of Isaiah, and he reads in verse 18, the Spirit of the Lord is upon me, because he hath anointed me to preach the gospel to the poor. He has sent me to heal the brokenhearted, to preach deliverance to the captives, recovering the sight to the blind, to set at liberty them that are bruised, to preach the acceptable year of the Lord. He's not just saying this, because this is not the first time these people have heard of this portion of Isaiah. Before, people have been reading from the word for like years and years, generations in this synagogue. But when Jesus goes up there filled with the power of the Holy Spirit, he is reading this in that power of the Holy Spirit. He is saying what is actually going on with him, that the Holy Spirit is upon him and has appointed him with a ministry. And when he speaks this, it says that the eyes of the people were all fastened on him. They could not look away, showing that anybody can read from the Bible, anybody can come up and say some kind of sermon or whatever, but if you have the Holy Spirit in you, then you will captivate the eyes of the people, because they will realize that this is not just a man who is speaking, but the very Holy Spirit who breathed the scriptures is speaking it into life and making it applicable to you and me. But do not base the success of you speaking the word or your ministry of the Holy Spirit on the response of the people, because when you speak the truth to the people, once it starts getting a little too close to home, they're going to start getting angry. They're going to start rejecting you. They were about to push Jesus off the hill at the end of this portion, but Jesus coolly walks in the midst of them, showing that when you are controlled by the Holy Spirit, when you are filled by the Holy Spirit, you run on a completely different agenda. It's not based on the circumstances and approval of people. ഇന്ന് പകൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കണം. മരുഭൂമിയിലെ പരീക്ഷ തീർന്നു കഴിഞ്ഞപ്പോൾ അല്പനേരത്തേക്ക് സാത്താൻ അവനെ വിട്ടുമാറിയെങ്കിലും അവൻ ജയിച്ച യേശുവെ നയിക്കുന്ന ആരാന്നറിയാമോ? പരിശുദ്ധാത്മാവ. അവൻ സ്വന്തം ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് അവൻ സ്വന്തം 14-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി. അവന്റെ സ്തുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. ആത്മാവ് നിന്നെ നയിക്കുമ്പോൾ പിന്നെ നീ അഡ്വർടൈസ് ചെയ്യണ്ട. അവൻ വലിയ ഫ്ലക്സ് കെട്ടി വെറുതെ അത്രയും പൈസ വല്ല സഭയുണ്ട്, വെറുതെ ആ പൈസ കളയണ്ട. നിന്റെ സ്തുതി പരക്കാനിടയാം. ആത്മാവ് നിന്റെ മേലുള്ളപ്പോൾ അവൻ പള്ളികൾ ഉപദേശിച്ചു, എല്ലാവരും അവനെ പ്രശംസിച്ചു. അവന്റെ കഴിവിൽ അവന്റെ മേൽ വസിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യം. അവൻ വളർന്ന നസറേത്തിൽ അവൻ വന്നു. ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് ശ്രദ്ധിച്ചോണം. ആത്മാവിൽ ഇതിനു മുമ്പ് പതിവ് പോലെ എന്നാ പറയുന്നത് അല്ലേ? അവൻ ഇതിനു മുമ്പ് പതിവ് ഉണ്ടായിരുന്നു. അന്നൊന്നും ആൾക്കാരുടെ ശ്രദ്ധ അവന്റെ മേൽ പതിഞ്ഞിരുന്നില്ല. ഇന്ന് പകൽക്കാലം ഓർത്തോണം. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ആത്മനിറവില് മരുഭൂമിയുടെ അവസ്ഥകളില് ദൈവസാന്നിധ്യത്തിൽ ചെലവഴിച്ച് വചനം പ്രാപിച്ച് ജയമെടുത്ത് ആത്മാവിന്റെ ശക്തിയോടെ അന്ന് അവൻ പള്ളിയിൽ പോയപ്പോൾ പതിവ് പോലെ വചനമെടുത്തപ്പോൾ അവൻ വളർന്ന നസ്രത്തിൽ വന്ന് ശബത്തിൽ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തു വായിച്ചു. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, എന്റെ മേലുണ്ട്. ഇപ്പോൾ ഉണ്ട്. പ്രാവെന്ന പോലെ ഇറങ്ങി ആത്മാവ് അവന്റെ മേൽ വസിക്കുന്നു. ആത്മാവിൽ അവൻ നടന്നു. ആത്മാവിൽ അവൻ ഉപവസിച്ചു. ആത്മാവിൽ മരുഭൂമിയിൽ നിന്നു. ആത്മാവിനാൽ പിശാചിനെ ജയിച്ചു. ആത്മാവിൽ ഇപ്പം പറയുമ്പോൾ അത് ഒത്തന്റിക്ക. ഇപ്പോൾ ആത്മാവ് അവന്റെ മേലുണ്ട്, റിയലി ഉണ്ട്. എന്നിട്ട് അവൻ വായിക്കണം, അവൻ ആത്മാവ് എന്റെ മേലുണ്ട്.
ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ട് ഇരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞത്. ഹോളി സ്പിരിറ്റ് അവൻ സ്വന്തം എല്ലാവരും നിന്നെ അവൻ ശുദ്ധവരവ ആത്മാവ്യാപാരം വരുമ്പോൾ പിന്നെ അതോറിറ്റിയെ നീ പ്രസംഗിക്കുമ്പോൾ പവർ ഉറങ്ങുന്നവനും കണ്ണു തുറന്നു നോക്കും. കാരണം നീ നിൽക്കുന്ന നിന്നിലല്ല, ഹോളി സ്പിരിറ്റ് ആണ് നിന്നിൽ വസിക്കുന്നുള്ളത് കൊണ്ട്. അടുത്ത വായിക്കുമ്പോൾ നോക്കണം, സ്വന്തം ചെയ്യുന്നു. അവൻ അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ അവരോട് ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി. അതിനു മുമ്പ് വരെ യേശു ഇത് പറഞ്ഞില്ല. ശ്രദ്ധിച്ചോ അല്ലെ? എത്രയോ വട്ടം പള്ളിയിൽ തിരുവഴുത്ത് നിർത്തി വായിക്കാൻ കൊടുത്തിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അത് അക്ഷരാർത്ഥത്തിലുള്ള ഹോളി സ്പിരിറ്റ് അനോയിന്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് റിയൽ എന്ന് പറയാൻ കാരണം യേശു ജനിച്ചത് അഭിഷേകത്തില. അഭിഷേകമില്ലാതെ യേശു കർത്താവെന്ന് പറയാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. പരിശുദ്ധാത്മാഭിഷേകം ഡിഫറെന്റാ, ഇറ്റ്സ് ഡിഫറെന്റ്. ഇന്നീ വചനം കേൾക്കയിൽ അതിന് നിവർത്തി. ഇതിനു മുമ്പ് നിവർത്തിയില്ലായിരുന്നു, ഇല്ല. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ആദമയിൽ ഇറങ്ങുന്നു നീ കാണുമോ? അവനാണ് ദൈവത്തിൽ നിന്ന് യോഹന്നാന് ദൈവം വെളിപ്പാട് കൊടുത്തിരുന്നു. ഇപ്പോൾ അത് പറയുമ്പോൾ ഒത്തന്റിക് ആയിട്ട് യേശു ഇപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ഇതിന് എന്ത് ചെയ്തു? നിവർത്തി വന്നു. അടുത്ത വാക്യം വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, എല്ലാവരും അവനെ പുകഴ്ത്തി. കാരണം അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോഹന്നാന്റെ മകൻ, യോസഫിന്റെ മകൻ അല്ലയോ? അച്ഛനല്ലയോ? പഴയ കാർപ്പൻകാർ ആശാരിയല്ലയോ? ഇമ്പാക്ട് എല്ലാവരും കണ്ട ഉറങ്ങിയ പോലെ അവൻ നോക്കിക്കൊണ്ടിരിക്കുക. ആ പവർ, അനോയിന്റിംഗ്, അതോറിറ്റി. എന്നിട്ട് യേശു അടുത്ത ഉപദേശത്തിന്റെ ആഴത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവസാനം നോക്കുമ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ശ്രദ്ധിക്കും. പക്ഷെ സത്യം പറയുമ്പോൾ ചിലപ്പോൾ ജനം തന്നെ എന്ത് ചെയ്യും? വെറുക്കും. അടുത്ത നിമിഷം കാണുമ്പോൾ അവർ കോപിച്ച് പല്ല് കടിച്ച് അവനെ തള്ളി അവിടെ ആ പട്ടണത്തിന്റെ ഒരു മലയുടെ താഴേക്ക് തള്ളാൻ വേണ്ടി പോകുക. പക്ഷെ ഒരു കാര്യം, നീ പരിശുദ്ധാത്മാവിനെ ശുശ്രൂഷിക്കുന്നില്ല, നിന്റെ വേല തികയാതെ ഒരൊറ്റ ദുഷ്ടപിശാചിനെ തൊടാൻ പറ്റത്തില്ല. ബൈബിൾ പറയാ അവരുടെ മധ്യത്തിൽ കുടിയേശു നടന്നു പോയി എന്ന് വെച്ചുകൊണ്ട് സത്യം പറയാതിരിക്കുകയല്ല. ഉള്ള സത്യം പറയണം. പരിശുദ്ധമോ തരുന്ന വചനം പറയണം. ആരെയും സോപ്പിട്ട് മയക്കാനല്ല ദൈവം നിന്നെ വിളിച്ചേക്കുന്നത്. ദൈവം തരുന്നു, നിന്റെ സ്വയത്തിനെടുത്ത് പറയില്ല. പരിശുദ്ധമോ തന്നു പറയുമ്പോൾ എല്ലാവരും ലാവണ്യവാക്കുകൾ നിന്ന് പുകഴ്ത്തുമെങ്കിലും സത്യം പറയുമ്പോൾ ജനം കുത്തുകൊള്ളുമ്പോൾ ഉപദ്രവിക്കാൻ എഴുന്നേൽക്കും. അപ്പൊ പറയുന്നത് പരിശുദ്ധമോ എന്നിട്ട് നീ സംശയിക്കല്ലേ. ആത്മാവ് നിൽക്കുന്ന വചനമാണെങ്കിൽ അധികാരത്തോട് പറയണം. അനേകം വന്ന് കാരണം നിന്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവിനാന്ന് പറഞ്ഞെങ്കിൽ അവിടെ റിഗ്രറ്റ്, പരിശുദ്ധാത്മാവിന് വേണ്ടി പോയി ക്ഷമ പറയാനിടയാകരുത്. യേശു പറഞ്ഞു, അവർ കോപിച്ചു, തല്ലുകടിച്ചു, അവനെ തള്ളിക്കളയാൻ കൊണ്ടുവന്നു. അവരുടെ മധ്യത്തിൽ കൂടി ഈശോ നടന്നുപോയി. ശുശ്രൂഷ തീരാതെ നിന്നെ തൊടാൻ ദുഷ്ടപിശാചിന് ദൈവം അവസരം കൊടുക്കത്തില്ല. അത് ആത്മശക്തിയിൽ ശുശ്രൂഷിപ്പാൻ, ഒരിക്കലും മനുഷ്യനെ പ്രസാദിപ്പിച്ച് പൈസ കിട്ടാൻ വേണ്ടി ശുശ്രൂഷിക്കരുത്. ആത്മാവ് തരുന്ന ശുശ്രൂഷ നീ നടത്തണമെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. So, when Jesus begins his ministry, he says, repent for the kingdom of heaven is near. When John was doing his ministry, he said, repent for the kingdom of heaven is near. See how there is no contradiction between the gospel that is preached, because when you're led by the Holy Spirit, the gospel will never change or tweak to be accessible or approval, or not accessible, but to be more pleasing to other people. You will never change the truth of the gospel. We see that we know that the servant is not greater than the master. Jesus said so himself. If the master needed the help of the Holy Spirit to fulfill this ministry on this earth, we as his servants also need the help of the Holy Spirit. Jesus would not be talking about the Holy Spirit this much if he didn't know exactly what the Holy Spirit could do for you in this walk of life. That's why he's drilling it home to his disciples, that the Holy Spirit is a comforter and a counselor, that the Holy Spirit will never speak on his own, but will only speak from the Word. He knows because he experienced this help firsthand, and he wants you and me to badly have it too. And finally, we see that before he ascends into heaven, he says, wait, tarry, receive the Holy Spirit, because he knows that they cannot go out into all the world and preach the gospel, because he was not able to go out and preach the gospel without the help of the Holy Spirit. So he asks us, and you and me, all of us, to tarry and receive the former and the latter rains of the Holy Spirit, so that our growth can be complete, so that we can grow unto the image of Christ and grow from glory to glory. പ്രിയമുള്ളവരെ, നിന്റെ വാക്കുകൾ ചുരുക്കാൻ ആഗ്രഹിക്കുക. ആത്മനിറവിൽ നീ പോകുമ്പോൾ ആത്മാവിനാൽ നീ ഉപദേശിക്കുന്ന ഉപദേശം, സുവിശേഷം അത് കൺസിസ്റ്റന്റ് ആയിരിക്കും.
നിങ്ങൾ യോഹന്നാനെ നോക്കുമ്പോൾ അവൻ താനും പറഞ്ഞു, അവൻ മാനസാന്തരപ്പെടണം, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരപ്പെടണം. ഈശോനാഥനം പ്രസംഗിക്കുമ്പോൾ അതേ കൺസിസ്റ്റന്റ് മെസ്സേജ് ആത്മനിറവിൽ ഈശോനാഥനം പറയുക. അവൻ സ്വപ്നം ചെയ്യുന്നു, അവൻ കാലം തിരിഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, മാനസാന്തരപ്പെട്ട് എപ്പോഴും മാനസാന്തരം, റിപ്പന്റൻസ്. അത് ദൈവമക്കളാണേലും ആരാണേലും നാം മാനസാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കുക. അവൻ എവറിഡേ അതൊരു സാങ്ക്ടിഫിക്കേഷൻ പ്രോസസ്സാണ്. ഇന്ന് പകൽക്കാലം ആരാധനയ്ക്ക് വരുമ്പോൾ എന്നോട് ഐ ഹാവ് ടു റിപ്പന്റ്. അവൻ എന്റെ ജീവിതത്തിന്റെ കുറവുകൾ, ഞാൻ തികഞ്ഞവനാണ് ചിന്തിക്കുന്നത്, അവയെ എന്റെ കുറവുകൾ അവൻ സ്വന്തം. എന്നിട്ട് കൺസിസ്റ്റന്റ് ഉപദേശമാണ്, അതിന് മാറ്റമില്ല. അവൻ ഒരു കാര്യം ഓർത്തോണം, അവൻ സ്വന്തം ഗുരുവിന് മീതെയല്ല നമ്മള്. അവൻ ഗുരു നമ്മളെ പഠിപ്പിച്ച് ശുശ്രൂഷയ്ക്ക് പോകണമെങ്കിൽ എന്ത് വേണം? ആത്മാവ് വേണം. 30-ാം വയസ്സ് വരെ കാത്തിരുന്നു, കൽപ്പന അനുസരിക്കണം. കൽപ്പന അനുസരിച്ച് കഴിഞ്ഞ് ഹോളി സ്പിരിറ്റ് കിട്ടിക്കഴിഞ്ഞ ശേഷം അവൻ ശുശ്രൂഷയ്ക്ക് പോയി. ഒരു ശിഷ്യന് ഗുരുവിന് മേധയല്ല. അങ്ങനെയെങ്കിലും പകൽക്കാലം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുവരെ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, ഈശോനാഥൻ തന്റെ ജീവിതം കൊണ്ട് അത് കാണിച്ചു തന്നു. പ്രാവെന്ന പോലെ ഫിസിക്കലായി അവന്റെ മേൽ ഇറങ്ങി, അതിനുശേഷം അധികാരത്തോടെ അവൻ പുറപ്പെടുന്നത്. എന്നാൽ അനുഭവങ്ങൾ കാണിച്ചു തന്നു. മരുഭൂമി വരുമോ? ഉണ്ട്. പരീക്ഷയുണ്ടോ? ഉണ്ട്. വേദനകളുണ്ടോ? ഉണ്ട്. കഷ്ടങ്ങൾ കൂടി അന്നേരവും സുവിശേഷം ഒന്നുപോലെ പ്രസംഗിക്കണം. ആരെയും സൂപ്പിട്ടും പൈസ ഉണ്ടാക്കാൻ പൈസ യേശുനാഥൻ പഠിപ്പിച്ചു. അവൻ മിനിസ്ട്രിക്ക് 5 പൈസ നമ്മുടെ വേണ്ട. നമ്മൾ പൈസ കൊടുത്ത് ഉണ്ടാക്കുന്ന മിനിസ്ട്രി ഒന്നും നന്നാകത്തില്ല. അവൻ സപ്പോർട്ട് ചെയ്തു, അതിന്റെ ഞാൻ പറയുന്നത്. പക്ഷേ കർത്താവ് പഠിപ്പിച്ചത് അവൻ സ്വന്തം ഒരു മടിശീലയും വേണ്ട, അവൻ ഒരു പാണ്ടക്കെട്ടും എടുക്കണ്ട. അവൻ അങ്ങനെ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ദൈവ വേല പോലും ആയിരിക്കത്തില്ല. അവൻ സ്വപ്നം ചെയ്യും. നമ്മളത് വേല എന്ത് നിങ്ങൾ പറഞ്ഞാലും അതാകണമെന്നില്ല. ഇന്ന് പകൽക്കാലം വേണ്ടത് പരിശുദ്ധാത്മ സാന്നിധ്യമാണ്. അവൻ സ്വപ്നം ഒന്നുമില്ലായ്മയിൽ സകലത്തെ ഉള്ളതുപോലെ വാക്യ ദൈവത്തിന്. നമുക്ക് ഒത്തിരി പേരെ വാടകയ്ക്ക് എടുക്കാം. വാടകയ്ക്ക് എടുത്ത് വേല ചെയ്യുന്ന ഹയറിങ്, അവൻ ഹയർ ചെയ്ത ഷെപ്പേർഡ്സ് ഒന്നും അവര് പിശാച് വരുന്ന കാണും വിട്ടേച്ച് പോകും. അവർക്ക് വയറൊന്നു പറയാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെയുള്ള വന്നിട്ട് ഡെഡിക്കേറ്റഡ് ആയി ആത്മാക്കളെ നേടാൻ കൊതിയുള്ളവരായി ഒരു പട്ടിണി കിടന്നാലും ഒരു വേലയ്ക്ക് വേണ്ടി വിളിച്ചാൽ നിൽക്കും. എന്നാൽ ഒത്തിരി പേര് പൈസ കൊടുത്ത് വാടക കിടക്കുന്നു. കർത്താവിന്റെ വേല എന്തൊക്കെ ചെയ്യുന്നുണ്ട്, കാര്യം നടക്കുന്ന ഹയർലിങ്സിനെ കർത്താവിന് വേണ്ട. ഡെഡിക്കേറ്റഡ് ആയിട്ട് അവൻ സമർപ്പിച്ചു പോകുമ്പോൾ അവരെല്ലാം പഠിത്തവും കളഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ അവർക്ക് സപ്പോർട്ട് ആവശ്യമുണ്ട്. അത് ശരിയാ, പക്ഷെ പൈസ ഉണ്ടാക്കാനുള്ള വഴിയാകരുത്. ഇന്ന് പകൽക്കാലം ഓർത്തോണം, സുവിശേഷ വേലയ്ക്ക് അവൻ പൈസ കൊടുത്ത് വാടകയ്ക്ക് എടുക്കുന്നവരെയല്ല വേണ്ടത്. സമർപ്പണമുള്ളവരെ, വേലയ്ക്ക് വേണ്ടി കർത്താവ് നീ തന്നാലും ഇല്ലേലും അവൻ നീ എനിക്ക് വേണ്ടി കരുതുന്നുള്ളവരെ. അവൻ ഓർത്തോണം, ഈശോനാഥൻ പഠിപ്പിച്ചു. അവൻ സ്വന്തം എനിക്ക് അഭിഷേകം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്. യേശുവിന് അറിയാം, പ്രൂവ് ചെയ്തിട്ടുണ്ട്, തന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അവൻ ശിഷ്യന്മാരുടെ കൂടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കൂടെ ഇരുന്നിട്ട് 3.5 വർഷം ജീവിച്ചിട്ടും മരിച്ചു ഉയർത്തെഴുന്നേറ്റ് കാണിച്ച് അവൻ മുറിഞ്ഞ വിലാവിൽ കൈനിടിപ്പിച്ചിട്ടും പഴുതിൽ കൈയിട്ട് നോക്കിയ തോമസ്. എന്നിട്ട് അടുത്ത് ഷാഫറി പത്രോസ് പറയാൻ മീൻ പിടിക്കാൻ പോവാ. പുള്ളി പറഞ്ഞാൽ ഞാനും വരിക. യേശു മുന്തോക്കെ അവിടെ കിടക്കട്ടെ. ഇന്ന് പകൽക്കാലം യേശുവിനെ കാണുന്നോ തൊടുന്നോ ഒന്നുമല്ല, ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ നഗരം വിട്ട് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി ഞങ്ങളിപ്പോ പോയി ശക്തി ലഭിക്കണം. ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും പോകുമ്പോഴത്തോളം എന്റെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശുവിന്റെ അമ്മ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായ ഈശോയുടെ അമ്മ ഉൾപ്പെടെ എല്ലാവരും 120 പേര് കാത്തിരുന്നു. ആ മുൻമഴ പെന്തക്കോസ്തിൽ പ്രവാചകൻ പ്രവചിച്ചതുപോലെ പെന്തക്കോസ്തിൽ വന്നു. അവർ കൂടി നമുക്ക് ഈ ദിവസങ്ങൾ കാത്തിരിക്കാം. എന്നെയൊക്കെ ചലഞ്ച് ചെയ്യണം, പ്രാർത്ഥിക്കാനിരിക്കാം, കാത്തിരിപ്പിക്കൊണ്ടിരിക്കാം. കാരണം എന്നിട്ട് 4 അന്യഭാഷ പറഞ്ഞ് നിർത്തുന്ന അതാകല്ലേ കൺസിസ്റ്റന്റ് ആയിട്ട് ഹോളി സ്പിരിറ്റ് നടക്കുന്ന ഒരു ശുശ്രൂഷ. 4 അന്യഭാഷയല്ല പരിശുദ്ധാത്മാഭിഷേകം. അതിനുപരി അത് നിന്റെ പ്രവൃത്തിയിൽ കാണും, നിന്റെ സംസാരത്തിൽ കാണും. നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർ കണ്ടു പറയും, വാസ്തവത്തിൽ ഇവരിൽ ദൈവത്തിന്റെ ആത്മാവുണ്ടെന്ന് പറയും. അവര് പറയത്തില്ല ഇവൻ കള്ളനാ. കാരണം നമ്മുടെ ഓരോ വാക്കും ഓരോ നടപ്പും നിരീക്ഷിക്കുന്ന മനുഷ്യരെ ചുറ്റും അവൻ സ്വന്തം ചെയ്യുന്നു. നമ്മെക്കാൾ അവൻ സ്വന്തം ചെയ്യുന്നു. ഈ ലോകത്തിലെ മക്കൾ ഒത്തിരി ഷ്രൂഡാന്ന് ബൈബിളിൽ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവൻ സ്വന്തം നമ്മളെ ഒബ്സർവ് ചെയ്യുന്നവര്, നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ നടപ്പും നമ്മുടെ സംസാരവും കർത്താവേ അവൻ എന്റെ ഇഷ്ടത്തിൽ പോകണ്ട, നീ തന്നെ എന്നെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുക. എന്നിട്ട് ആ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിപ്പാൻ ഈശോ പറഞ്ഞനുസരിച്ച് യേശുവിന്റെ അമ്മ മറിയ ഉൾപ്പെടെ കാത്തിരുന്നു. എന്നിട്ട് ആ പെന്തക്കോസ്തിന് അഭിഷേകം വന്നു. അവിടെ കൊണ്ട് നിർത്തിയില്ല.
അത് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഓവർഫ്ലോയിങ്. എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ തിരുവെടുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്ന അവസ്ഥ. അവൻ മുൻമഴ കൊണ്ട് കർത്താവ് നടത്തില്ല. ആരാണ്ടോ പ്രസവിച്ചോളൂ. ഇപ്പൊ ഫിലിപ്പോസ് പറയുന്നത് ഇടമഴ തരും, ഇടമഴ എപ്പോഴും. അത് പണ്ടത്തെ കാലത്ത് ഹോളിസ്പിരിറ്റ് വന്ന ഒരു മിനിസ്റ്റർ ഞാൻ തിരിച്ചു. ആ പരിപാടിയല്ല. എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കുകയാണ്. എന്നേക്കും. അവൻ കിടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, വീട്ടിലായിരിക്കുമ്പോൾ, ഭാര്യയോടൊപ്പമാകുമ്പോൾ, ഭർത്താവിനോടൊപ്പമാകുമ്പോൾ, അവൻ കൂട്ടുകാരോടൊപ്പമാകുമ്പോൾ, ജോലി സ്ഥലത്ത് നീ ഒറ്റക്കാകുന്ന സാഹചര്യങ്ങളിൽ എന്നേക്കും എപ്പോഴും അവൻ മാറിപ്പോകാതെ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഈ പരിശുദ്ധ മർമ്മങ്ങൾ വചനം വായിക്കുമ്പോൾ ഒത്തിരി ഡീപ്പാ. ഞങ്ങൾ സംസാരിക്കുമ്പോൾ വചനം അവൻ ആ കുഞ്ഞ് എന്താ, പക്ഷെ നമുക്ക് ആ സിങ്ക് വരും, ഓട്ടോമാറ്റിക്കായിട്ട് ആ സിങ്ക് വരും. അവൻ സ്വന്തം ആ വചനം, ജീവന്റെ വചനം, അവൻ സ്വന്തം അത് നാം പ്രാപിച്ച് ജീവിപ്പാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുത്താൽ അതെന്നേക്കും അവൻ പാരക്ലീറ്റാ. വേദനയുണ്ടോ? ഉണ്ട്. പുറംകാൽ ചവിട്ടും, പുറത്ത് ആൾക്കാർ കുത്തും. ദാറ്റ്സ് ഓക്കേ. കർത്താവ് അനുവദിച്ചതാ. ആ കുത്തലൊക്കെ നീ അനുഭവിക്കുമ്പോൾ അവൻ കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ എന്താക്കി മാറ്റും? ദൈവത്തിന് നദിയിൽ ധാരാളം വെള്ളമുണ്ട്. അവനിങ്ങോട്ട് പ്രാർത്ഥിച്ച് ആത്മാവിന്റെ വെള്ളം അവന്റെ ജലാശയമാക്കി അങ്ങ് മാറ്റും. മുൻമഴയാൽ അനുഗ്രഹപൂർണമാകും. എല്ലാവരും മേൽക്കുമേൽ നിന്റെ കഷ്ടങ്ങൾ മറ്റുള്ളവർ നിന്നെ കുത്തുന്നത്, വേദനിപ്പിക്കുന്നത് നിനക്ക് ബലത്തിന്മേൽ ബലമാകും. നീ സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തും. എന്ന് സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുന്നത് ജസ്റ്റ് ഇളക്കപ്പെരുക്കമല്ല, അതിനേക്കാൾ ഉപരിയാണെന്ന് പരിശുദ്ധാത്മ പറയുന്നു. ഈ വചനങ്ങൾ കർത്താവിനെ അനുഗ്രഹിച്ച് കരമടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ